പ്രിയപ്പെട്ട +2 തുല്യതാ പഠിതാക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് സഹായകരമാകുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2025 ജൂലൈ മാസം നടന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും അവസാനമായി നടന്ന ഇംഗ്ലീഷ് എക്സാം. ഈ പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരമെഴുതാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം നിങ്ങളൊന്ന് നോക്കുക. നമുക്കൊരൽപ്പം കൂടി വലുതാക്കാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം ശ്രദ്ധയോടുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഏത് ചോദ്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചോദ്യം എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ കൃത്യമായ ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കൂ. ഇവിടെ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. താഴെ തന്നിരിക്കുന്ന ലൈൻസ് വായിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് ദ പോയം, കവിതയിലെ വരികളാണ്. ഏത് കവിതയാണെന്ന് അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിമെമ്പർ മീ. റിമെമ്പർ മീ എന്ന കവിതയുടെ വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. ആൻഡ് അതിനുശേഷം ആൻസർ ദി ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ദാറ്റ് ഫോളോ ചെയ്യുന്ന പുറകെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് 1 to 8, 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ, ഓരോ ചോദ്യത്തിനും ഓരോ സ്കോറാണ്, 1 മാർക്കാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 8 × 1 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. റിമെമ്പർ മീ എന്ന് പറയുന്ന കവിതയാണ്. റിമെമ്പർ മീ കവിത ഓർമ്മയുണ്ടാകുമല്ലോ. എങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? നമുക്കൊരൽപ്പം കൂടി ഒന്ന് വലുതാക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റിമെമ്പർ മീ, ഐ ആം ദ ഗേൾ, ഞാനാണ് ആ പെൺകുട്ടി. വിത്ത് ദ ഡാർക്ക് സ്കിൻ, എങ്ങനെയുള്ള സ്കിന്നുള്ള പെൺകുട്ടിയാണ്? ഇരുണ്ട സ്കിന്നുള്ള, ഇരുണ്ട ത്വക്കുള്ള, കറുത്ത തൊലിയുള്ള ആ പെൺകുട്ടി ഞാനാണ്. ഹൂസ് ഷൂസ് ആർ തിൻ, അവളുടെ ചെരുപ്പുകൾ, ഷൂസ് വളരെ തിന്നാണ്, കട്ടി കുറഞ്ഞതാണ്. അങ്ങനെ കട്ടി കുറഞ്ഞ ചെരുപ്പുള്ള ആ പെൺകുട്ടി ഞാനാണ്. അതിൻ്റെ ബാക്കി അടുത്ത പേജിലാണ്. നോക്കുക. ഐ ആം ദ ഗേൾ, ഞാനാണ് ആ പെൺകുട്ടി. വിത്ത് റോട്ടഡ് ടീത്ത്, ചീഞ്ഞ പല്ലുള്ള, മീൻസ് എന്താണ്, നമ്മൾ പല്ലിൽ പുഴു കയറുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ദ്രവിച്ച പല്ലുള്ള ആ പെൺകുട്ടി ഞാനാണ്. ഐ ആം ദ ഗേൾ, ഞാനാണ് ആ പെൺകുട്ടി. വിത്ത് ദ വൂണ്ടഡ് ഐ, വൂണ്ടഡ് ആയിട്ടുള്ള കണ്ണുള്ള പെൺകുട്ടി ഞാനാണ്. വൂണ്ടഡ് എന്ന് പറയുമ്പോൾ മുറിവേറ്റ കണ്ണുള്ള ആ പെൺകുട്ടി ഞാനാണ്. ആൻഡ് ദ മെൽറ്റഡ് ഇയർ, ഉരുകിയ കാതുള്ള ആ പെൺകുട്ടി ഞാനാണ്. മെൽറ്റഡ് എന്ന് പറയുമ്പോൾ ഉരുകിയ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഈ വരികൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ചോദ്യങ്ങളൊന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ, അവയുടെ ഉത്തരമാണ് നമുക്ക് എഴുതേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ദ പോയം റിമെമ്പർ മീ. റിമെമ്പർ മീ എന്ന കവിത ഈസ് റിട്ടൺ ബൈ. ഈസ് റിട്ടൺ ബൈ എന്ന് കണ്ടാൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കോണം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ബ്രാക്കറ്റിൽ 3 പേരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. 1 വില്യം ഷേക്സ്പിയർ, 2 ആലീസ് വാക്കർ, 3 സുധാമൂർത്തി. നമുക്കറിയാം വില്യം ഷേക്സ്പിയർ അല്ല, സുധാമൂർത്തിയുമല്ല, ആലീസ് വാക്കർ ആണ് ഈ കവിത എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്, ആലീസ് വാക്കർ. അപ്പോൾ നമ്മൾ ആൻസർ പേപ്പറിൽ 1 നമ്പർ ഇടുക, ആലീസ് വാക്കർ എന്ന് എഴുതുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. വില്യം ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത് എന്താണ്? ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിതയാണ്. സുധാമൂർത്തിയുടെ പാഠം ഏതാണ്? സുധാമൂർത്തി എഴുതിയേക്കുന്നത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള കഥയാണ്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, നെയിം. നോക്കുക. നെയിം ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദ ലൈൻ ഐ ആം ദ ഗേൾ. ഇതാണ് ചോദ്യം. നെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ പേരെഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ എഴുതാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ദ ഫിഗർ ഓഫ് സ്പീച്ച്, ഇവിടെ വന്നിരിക്കുന്ന ഈ കാര്യം നിങ്ങളും ശ്രദ്ധിക്കുക. ഫിഗർ ഓഫ് സ്പീച്ച്, ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അലങ്കാരം, എവിടെങ്കിലും ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് കേട്ടാൽ നിങ്ങൾ അപ്പോഴേ ഉറപ്പിച്ചോണം അലങ്കാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എംപ്ലോയിഡ്, എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ്, ഉപയോഗിച്ചിരിക്കുന്ന എന്നാണ്. ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരത്തിന്റെ പേരെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻ ദ ലൈൻ, വരിയിൽ. ഏത് വരിയാണ്? ഐ ആം ദ ഗേൾ, ഐ ആം ദ ഗേൾ എന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരത്തിന്റെ പേരെഴുതുക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 സിമിലി, 2 ഹൈപ്പബലി, 3 മെറ്റഫർ. സിമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, സിമിലി ആണെങ്കിൽ അവിടെ ലൈക്ക്, അസ്, ഇതുപോലെ ഈ 2 വാക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും. ഈ 2 വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സിമിലി ആകൂ. സിമിലി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉപമ എന്നാണ്. നമ്മൾ പോലെ എന്നുള്ള അർത്ഥം വെച്ച് പറയുന്ന മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ പോലെ നിൻമുഖം എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രയോഗത്തിനാണ് സിമിലി എന്ന് പറയുന്നത്, ഉപമ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഐ ആം ദ ഗേൾ, ഇവിടെ ലൈക്കോ അസോ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് സിമിലി അല്ല. ഇനി ഹൈപ്പബലി, ഹൈപ്പബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയെ സിമ്പിളാക്കി പറഞ്ഞാൽ തള്ള്, അതായത് പെരുപ്പിച്ച് പറയുക, എന്തെങ്കിലും കൂട്ടി പറയുക. ഇപ്പോൾ ഒരു കുറച്ച് ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു, ചിലപ്പോൾ 5-8-10 പേര് കാണും, പക്ഷേ ചിലർ പറയും അതൊരു 100 പേരുണ്ടായിരുന്നു, ഒരു 1000 പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന, പെരുപ്പിച്ച് പറയുന്ന ആ ഒരു പ്രയോഗത്തിനെയാണ് ഹൈപ്പബലി എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണോ ഇവിടെ? ഐ ആം ദ ഗേൾ എന്നേ ഉള്ളൂ, ഞാനാണ് ആ പെൺകുട്ടി എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുമല്ല. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? മെറ്റഫർ ആണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വേറെന്തെങ്കിലും ആണ് എന്ന് പറയുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അത് ഉദാഹരണത്തിന്, അവൻ റോക്കി ഭായി ആണ് എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും റോക്കി ഭായി എന്നുള്ളതല്ല. ഇപ്പോൾ അവൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ സ്കൂളിലെ റോക്കി ഭായി ആണ് എന്ന് പറയുമ്പോൾ അവനെ റോക്കി ഭായിയോട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവൻ യഥാർത്ഥ റോക്കി ഭായി അല്ല. ഇവിടെ നോക്കിയേ, ഐ ആം ദ ഗേൾ, ഞാനാണ് ആ പെൺകുട്ടി. നമുക്കറിയാം, ദേ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയുള്ള പെൺകുട്ടിയാണ്. ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ, കറുത്ത തൊലിയുള്ള പെൺകുട്ടിയാണ് ഞാൻ, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെയോ, പുഴുവരിച്ച അല്ലെങ്കിൽ മോശമായ പല്ലുള്ള പെൺകുട്ടിയാണ് ഞാൻ, മുറിവേറ്റ കണ്ണുള്ള പെൺകുട്ടിയാണ് ഞാൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയോട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രയോഗം എന്താണ്? മെറ്റഫർ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ആണ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആ പ്രയോഗത്തിൻ്റെ പേരാണ് മെറ്റഫർ. ഒരു കാര്യം മറ്റൊരു സാധനം പോലെയാണ് എന്ന് പറയുമ്പോൾ വരുന്നതാണ് സിമിലി. അങ്ങനെ പോലെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതാണ് മെറ്റഫർ. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? കവിതയിലെ സ്പീക്കർ ആരാണ്? കവിതയിൽ ആരാണോ നമ്മളോട് സംസാരിക്കുന്നത് അയാളെയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഈ കവിത എടുത്താൽ ആരാണ് സംസാരിക്കുന്നത്? ഈ ഓപ്ഷൻസ് നോക്കുക. ബ്ലാക്ക് വിമൻ, അത് വിമൻ എന്നല്ല വരേണ്ടത്, വുമൺ എന്നാണ് വരേണ്ടത്. അവിടെ തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. ബ്ലാക്ക് വുമൺ, ഒരു കറുത്ത വർഗ്ഗക്കാരി സ്ത്രീ. വൈറ്റ് മെൻ, വൈറ്റ് മെൻ എന്നല്ല വൈറ്റ് മാൻ, ഒരു വെള്ളക്കാരൻ. വൈറ്റ് വിമൻ, അവിടെയും വിമൻ അല്ല, ഒരാളേ ഉള്ളൂ, അപ്പോൾ വുമൺ ആണ്. വൈറ്റ് വുമൺ, ഒരു വെള്ളക്കാരി. ആരാണ് അവിടെ സംസാരിക്കുന്നത്? നമുക്കറിയാം, ഈ കവിതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ, അല്ലെ, ഇരുണ്ട തൊലിയുള്ള എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം ഇരുണ്ട തൊലിയുള്ളതാണ് അല്ലേ. ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരിയാണ്, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ആലീസ് വാക്കർ എഴുതിയേക്കുന്ന ഈ കവിത കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് വുമൺ ആണ് ഇവിടുത്തെ സ്പീക്കർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? നോക്കുക. ദ വേർഡ് റോട്ടഡ് എന്ന വാക്ക് ഈസ് അസോസിയേറ്റഡ്, ബന്ധപ്പെട്ടിരിക്കുന്നു വിത്ത്
എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഐ കണ്ണ്, ഇയർ കാത്, ടീത്ത് പല്ല്. ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലെ എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ് ഈ വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? ഐ ആം ദ ഗേൾ വിത്ത് ദ റോട്ടഡ് ടീത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പുഴുവരിച്ച പല്ലുകൾ അല്ലെങ്കിൽ ദ്രവിച്ച പല്ലുകൾ, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ടീത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ടീത്ത് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആൻസർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? 4 എഴുതുക, ടീത്ത് ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതിയാകും. ഇതാണ് നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതി വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത വലിയ രണ്ടാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കുക, ഒരൽപ്പം കൂടെ ചെറുതാക്കുകയാണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. താഴെ തന്നിരിക്കുന്ന വരികൾ വായിക്കുക. ഓഫ് ദ പാസേജ്, ഇതൊരു പാരഗ്രാഫിന്റെ ഒരു വരിയാണ്. താഴെ തന്നിരിക്കുന്ന വരികൾ വായിക്കുക. ഇതൊരു പാസേജിന്റെ, അതായത് പാരഗ്രാഫ് പോലെ തന്നിരിക്കുന്ന വരികളാണ്. ആൻഡ് ആൻസർ, എന്നിട്ട് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. എന്തിനുത്തരം എഴുതുക? ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നേരത്തെ പോലെ തന്നെ. നേരത്തെ എന്തായിരുന്നു? കവിതയായിരുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഒരു കഥാഭാഗമാണ്. നമുക്ക് വായിച്ചു നോക്കാം. വൺ ഓഫ് ഹെർ നോവൽസ്, അവളുടെ നോവലുകളിൽ ഒന്ന്. കോൾഡ് കാശിയാത്രേ. എന്തായിരുന്നു അതിൻ്റെ പേര്? കാശിയാത്ര എന്നായിരുന്നു പേര്. ഇപ്പം നോവലിൻ്റെ പേര് കാശിയാത്ര. ഈ നോവൽ വാസ് അപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നു, വരുന്നുണ്ടായിരുന്നു. ആസ് എ സീരിയൽ, ഒരു സീരിയലായിട്ടെന്ന് പറയുമ്പോൾ ഒരു ഭാഗം ആദ്യം വരുന്നു, പിന്നീട് എപ്പോഴെങ്കിലും അടുത്ത ഭാഗം വരുന്നു, വീണ്ടും അതിനടുത്ത ഭാഗം വരുന്നു. അങ്ങനെയുള്ളതിനെയാണ് സീരിയൽ എന്ന് നമ്മൾ പറയുന്നത്. ഇൻ ദ കന്നഡ വീക്ക്ലി, എവിടെയാ വന്നിരുന്നത്? കന്നഡ ആഴ്ചപ്പതിപ്പിലാണ് വന്നിരുന്നത്. ആ ആഴ്ചപ്പതിപ്പിന്റെ പേര് കൊടുത്തിട്ടുണ്ട് കർമ്മവീര എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പിൽ ഈ സീരിയലായിട്ട് കാശിയാത്ര എന്ന നോവൽ വരുന്നുണ്ടായിരുന്നു. ദെൻ, അക്കാലത്ത്. ഇറ്റ് ഈസ് ദ സ്റ്റോറി, ഇതൊരു കഥയായിരുന്നു. ഈ നോവലിനകത്ത് പറയുന്നത് ആരുടെ കഥയാണെന്ന് നോക്കി? ഓഫ് ആൻ ഓൾഡ് ലേഡി, ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ കഥയായിരുന്നു. ആൻഡ് ഹെർ ആർഡന്റ് ഡിസയർ, അവരുടെ ആർഡന്റ് ഡിസയറിന്റെ കഥയായിരുന്നു. ആ ലേഡിയുടെയും അവരുടെ ആർഡന്റ് ഡിസയർ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള, ശക്തമായിട്ടുള്ള ഡിസയർ, ആഗ്രഹം. എന്താഗ്രഹമാണ്? ടു ഗോ ടു കാശി, കാശിയിലേക്ക് പോവുക. ഓർ വാരണാസി, അല്ലെങ്കിൽ വാരണാസിയിലേക്ക് പോവുക. കാശി എന്ന വാരണാസിയിലേക്ക് പോകാനുള്ള ആ സ്ത്രീയുടെ ആഗ്രഹം, അതായിരുന്നു ആ കഥയിൽ പറഞ്ഞിരുന്നത്, ആ നോവലിൽ പറഞ്ഞിരുന്നത്. മോസ്റ്റ് ഹിന്ദുസ്, മിക്ക ഹിന്ദുക്കളും ബിലീവ്, വിശ്വസിക്കുന്നു. ദാറ്റ് ഗോയിങ് ടു കാശി, കാശിയിലേക്ക് പോകുക എന്നത്, ആൻഡ് വർഷിപ്പിംഗ്, എന്നിട്ട് ആരാധിക്കുക എന്നത് ആരെയാണ്? ലോർഡ് വിശ്വേശ്വര ഭഗവാനെ ആരാധിക്കുക എന്നത് ഈസ് ദി അൾട്ടിമേറ്റ് പുണ്യ. ഇതാണ്, ഈ പറഞ്ഞ കാര്യമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഏറ്റവും വലിയ, ആത്യന്തികമായിട്ടുള്ള പുണ്യം എന്നാണ് മിക്ക ഹിന്ദുസും വിശ്വസിച്ചിരുന്നത്. ദിസ് ഓൾഡ് ലേഡി, ഈ പ്രായം ചെന്ന സ്ത്രീ, ഓൾസോ ബിലീവ്ഡ്, അവരും വിശ്വസിച്ചു. ഇൻ ദിസ്, ഈ പറഞ്ഞ കാര്യത്തിൽ. ആൻഡ് ഹെർ സ്ട്രഗിൾ, അവരുടെ കഷ്ടപ്പാട്, സ്ട്രഗിൾ. ടു ഗോ ദെയർ, അങ്ങോട്ട് പോകാനുള്ള കഷ്ടപ്പാട്. വാസ് ഡിസ്ക്രൈബ്ഡ്, അതായിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഇൻ ദാറ്റ് നോവൽ, ആ നോവലിൽ, കാശിയാത്ര എന്ന നോവലിൽ അവർ കാശിയിലേക്ക് പോകാൻ കഷ്ടപ്പെടുന്ന കാര്യം, അതാണ്, അവരുടെ ആ കഷ്ടപ്പാടാണ് വിവരിച്ചിരുന്നത്, ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഇൻ ദ സ്റ്റോറി, ആ കഥയിൽ, ദെയർ വാസ് ഓൾസോ എ യങ് ഓർഫൻ ഗേൾ, അപ്പോൾ ഒരാൾ കൂടെ ഈ കഥയിൽ ഉണ്ടായിരുന്നു. ദെയർ വാസ്, ഉണ്ടായിരുന്നു. ഓൾസോ, ആരാണ്? എ യങ്, ഒരു ചെറുപ്പക്കാരി. ഓർഫൻ ഗേൾ, അനാഥ പെൺകുട്ടി കൂടെ ഈ കഥയിൽ ഉണ്ടായിരുന്നു. ഹൂ ഫോൾസ്, അവൾ വീഴുന്നു. ഇൻ ലവ്, പ്രണയത്തിൽ വീഴുന്നു, മീൻസ് സ്നേഹത്തിലാകുന്നു. ബട്ട്, എന്നാൽ, ദെയർ വാസ് നോ, ഇല്ലായിരുന്നു. മണി, എന്തില്ലായിരുന്നു? പണമില്ലായിരുന്നു. ഫോർ ദ വെഡ്ഡിങ്, അവളുടെ കല്യാണത്തിന്
പൈസ ഇല്ലായിരുന്നു. ഇൻ ദി എൻഡ്, അവസാനം, ദി ഓൾഡ് ലേഡി, ആ പ്രായം ചെന്ന സ്ത്രീ, ഗീവ്സ് എവേ, സമ്മാനമായി നൽകുകയാണ്, ഓൾ ഹെർ സേവിങ്സ്, അവളുടെ മുഴുവൻ സമ്പാദ്യവും, അവളുടെ സേവിങ്സ് എല്ലാം നൽകുകയാണ്, വിത്തൗട്ട് ഗോയിങ്, പോകാതെ, ടു കാശി, കാശിക്ക് പോകാതെ അവൾ കാശിക്ക് പോകാൻ കൂട്ടിവെച്ച സമ്പാദ്യം മുഴുവൻ ആ പെൺകുട്ടിക്ക് നൽകുന്നു. ഷീ സെയ്സ്, അവൾ പറയുന്നത്, ഷീ സെയ്സ്, അവര് പറയുന്നത് അല്ലെങ്കിൽ അവൾ പറയുന്നത്, ആ പ്രായം ചെന്ന സ്ത്രീ പറയുന്നത്, ദ ഹാപ്പിനെസ് ഓഫ് ദിസ് ഓർഫൻ ഗേൾ, ഈ അനാഥ പെൺകുട്ടിയുടെ ഹാപ്പിനെസ്, സന്തോഷം, ഈസ്, ആണ്, മോർ ഇമ്പോർട്ടൻറ്റ്, കൂടുതൽ പ്രാധാന്യമുള്ളത്, ദാൻ വർഷിപ്പിംഗ്, ആരാധിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഈ പെൺകുട്ടിയുടെ സന്തോഷത്തിനാണ്, ലോർഡ് വിശ്വേശ്വര അറ്റ് കാശി, കാശിയിൽ ചെന്ന് വിശ്വേശ്വര ഭഗവാനെ, ലോർഡിനെ ആരാധിക്കുന്നതിനേക്കാളും വർഷിപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളത് ഇവളുടെ സന്തോഷത്തിനാണ്. ഇവളുടെ സന്തോഷമാണ് മെയിൻ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാസേജ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ദ പാസേജ്, ഈ ഭാഗം, ഈസ് ടേക്കൺ ഫ്രം, എടുത്തിരിക്കുന്നത്. ഇപ്പൊ ടേക്കൺ ഫ്രം എന്ന് കണ്ടാൽ ഓർക്കുക, എടുത്തിരിക്കുന്നത്. ഈ പാസേജ് എടുത്തിരിക്കുന്നത് ഏത് പാഠത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം, നോക്കുക, ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്, ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. രണ്ടാമത്തത് മൈ എക്സെൻട്രിക് ഗസ്റ്റ്. മൂന്നാമത്തത് മദേഴ്സ് ഡേ. നമുക്കറിയാം സുധാമൂർത്തി എഴുതിയ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. മൈ എക്സെൻട്രിക് ഗസ്റ്റ് അല്ല, അത് കുറച്ച് ജീവികളെ പറ്റിയാണ് പറയുന്നത്. മദേഴ്സ് ഡേ ഒരു നാടകമാണ്, അവിടെ ഒരു അമ്മയാണ് മെയിനായിട്ട് വരുന്നത്. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് അല്ലേ. ഇനി നമുക്കിത് അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം, ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ, നോവലിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ പേര്, റെഫേർഡ് ഇൻ ദ പാസേജ്, ഈ പാസേജിൽ റെഫർ ചെയ്തിരിക്കുന്ന, റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുക, പരാമർശിക്കുക. ഈ പാസേജിൽ, ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന നോവലിൻ്റെ പേര് നോക്കുക. ആസ്, ഈ ഓപ്ഷൻസ് ഉണ്ട് ബ്രാക്കറ്റിൽ, പുണ്യ 1, 2 കാശിയാത്രേ, 3 കർമ്മവീര. പുണ്യ എന്ന് പറയുന്നൊരു പേര് ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നൊരു സാധനമില്ല. കർമ്മവീര എന്നൊരു പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് മാഗസീൻ്റെ പേരാണ്, വീക്ക്ലിയുടെ പേരാണ്. അപ്പം അതുമല്ല, നോവലിൻ്റെ പേര് ആദ്യം തന്നെ വരുന്നുണ്ട്, കാശിയാത്രേ. ഇതാണ് നോവലിൻ്റെ പേര്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ്, എന്താണ്, വാട്ട് ഈസ് എന്ന് കണ്ടാൽ ഉറപ്പിച്ചോണം എന്താണ് എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ദി അൾട്ടിമേറ്റ് പുണ്യ, അൾട്ടിമേറ്റ് പുണ്യ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ പുണ്യം, അതായത് ഏറ്റവും വലിയ പുണ്യം. ഇൻ ദ പാസേജ്, ഈ പാസേജ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? നമുക്ക് നോക്കാം, എന്താണ് ഈ പാസേജ് പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പാസേജിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. ആ പുണ്യ വരുന്ന ഭാഗം അത് നമ്മൾ നോക്കിയാൽ മതി. ഞാൻ ബാക്കിയുള്ളതങ്ങ് മായ്ക്കുകയാണ്. നമുക്ക് ഇത് ആൻസർ കണ്ടെത്താനുള്ള ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുക, അതെ പുണ്യ എന്ന് പറയുന്ന വാക്ക് ഇവിടെയാണ് വരുന്നത് അല്ലേ. ആ വരിയുടെ തൊട്ട് മുകളിൽ നോക്കിയാൽ മോസ്റ്റ് ഹിന്ദുസ് ബിലീവ്, മിക്ക ഹിന്ദുക്കളും വിശ്വസിക്കുന്നത്, ദാറ്റ്, ആ വിശ്വാസം എന്താണെന്നാണ് ഇനി പറയുന്നത് അല്ലേ. ഗോയിങ് ടു കാശി, അപ്പൊ ഇവിടെ മുതലാണ് നമുക്ക് വേണ്ടത്. ഗോയിങ് ടു കാശി ആൻഡ് വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര, കാശിയിൽ ചെന്ന് വിശ്വേശ്വര ഭഗവാനെ ആരാധിക്കുന്നതാണ് ഈസ് ദി അൾട്ടിമേറ്റ് പുണ്യ, ആത്യന്തികമായ പുണ്യം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. ആ ഉത്തരം എഴുതുമ്പോൾ 7 നമ്പർ ഇടുക, ഈ പറഞ്ഞ കാര്യം എഴുതി വെക്കുക. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. 8ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ്, ഇവിടെയും വാട്ട് ഈസ് തന്നെയാണ്. എന്താണ് ദി അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, ഏറ്റവും വലിയ സന്തോഷം? അങ്ങനെ ഏറ്റവും വലിയ സന്തോഷം എന്നവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ പാരഗ്രാഫിനകത്ത്, എങ്കിലും ഈ ക്വസ്റ്റ്യനകത്ത് വന്നേക്കുന്ന ഇതാണ്. എന്താണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്, സന്തോഷം? അക്കോർഡിംഗ് ടു ദ ഓൾഡ് ലേഡി, അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായത്തിൽ. ആരുടെ അഭിപ്രായത്തിൽ? ദി ഓൾഡ് ലേഡി, ആ പ്രായം ചെന്ന സ്ത്രീയുടെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണ്?
അപ്പോൾ ഒന്ന് നോക്കുക, അവർ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? കാശിയിൽ ചെന്ന് വിശ്വേശ്വര ഭഗവാനെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനം ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ദ ഹാപ്പിനെസ് ഓഫ് ദിസ് ഓർഫൻ ഗേൾ, ഈ അനാഥ പെൺകുട്ടിയുടെ സന്തോഷം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഇതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്, ദാൻ വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര അറ്റ് കാശി, കാശിയിൽ ചെന്ന് വിശ്വേശ്വര ഭഗവാനെ ആരാധിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ കൂടുതൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ സന്തോഷമാണ്. ദ ഹാപ്പിനെസ് ഓഫ് ദി ഓർഫൻ ഗേൾ, അതാണ് എന്താണ് അൾട്ടിമേറ്റ് സന്തോഷം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പം ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നതിനേക്കാളും വലിയ സന്തോഷം ഈ പെൺകുട്ടിക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്, അല്ലെ? പ്രധാനപ്പെട്ട കാര്യം അതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 8 ചോദ്യങ്ങളായി, 8 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടു. ഇനി നോക്കുക, അടുത്ത ചോദ്യം നോക്കുക. മെയിൻ ആയിട്ടുള്ള ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? അറ്റംപ്റ്റ് എനി 3, ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അറ്റംപ്റ്റ് എനി 3 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 3 എണ്ണം. ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 സ്കോർസ്, ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് വരുന്നത്. നോക്കാം, 9ാമത്തെ ചോദ്യം 2 മാർക്ക്. പിന്നെന്താണ് നോക്കുക, 10ാമത്തെ ചോദ്യം 2 മാർക്ക്, വീണ്ടും 11ാമത്തെ ചോദ്യം 2 മാർക്ക്, 12ാമത്തെ ചോദ്യം 2 മാർക്ക്. ഇത്രയാണ് അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത്. അല്ല, ഇനിയുണ്ട്. 13ാമത്തെ ചോദ്യം 2 മാർക്ക്. ഇത്രയുമാണ് വരുന്നത്. നോക്കിയാൽ 1, 2, 3, 4, 5 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 3 എണ്ണം ഉത്തരം എഴുതിയാൽ, 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് എല്ലാത്തിൻ്റെ ഉത്തരം എഴുതി നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം എഴുതുക. 1ാമത്തെ ചോദ്യം നോക്കിയേ, റൈറ്റ് 2 സ്ലോഗൻസ്, 2 സ്ലോഗൻസ് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലോഗൻസ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം. സ്ലോഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുദ്രാവാക്യം പോലെ വിളിച്ചു പറയുന്ന ആ കാര്യങ്ങളെയാണ് സ്ലോഗൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. ഒരു സെൻറ്റൻസോ 1, 2 സെൻറ്റൻസ് എഴുതിയാൽ മതിയാകും. അത്രയേ ഉള്ളൂ. ഇനി എന്തിനാണ് ഈ മുദ്രാവാക്യം അല്ലെ സ്ലോഗൻ എഴുതേണ്ടത്? ഇൻ ഫേവർ ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ, സച്ചിൻ ടെണ്ടുൽക്കറിന് ഫേവറായിട്ട്, ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ട്. അപ്പോൾ സച്ചിനെ പറ്റി നല്ലത് പറയുന്ന രീതിയിലാണ് എഴുതേണ്ടത്. ടു എക്സ്പ്രസ്, പ്രകടിപ്പിക്കാൻ. യുവർ അഡ്മിറേഷൻ, എന്ത് പ്രകടിപ്പിക്കാൻ? നിങ്ങളുടെ അഡ്മിറേഷൻ, ആരാധന. ഓഫ് ഹിസ് എക്സലൻസ്, സച്ചിൻ്റെ എക്സലൻസ്, കഴിവ്, മഹത്വം. അപ്പോൾ സച്ചിനോടുള്ള ആരാധന, സച്ചിൻ്റെ കഴിവിനോടുള്ള ആരാധന കാണിക്കുന്ന തരത്തിൽ 2 മുദ്രാവാക്യം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 1 ഈസ് ഡൺ ഫോർ യു, ഒരെണ്ണം ഡൺ ചെയ്തിട്ടുണ്ട്, ഫോർ യു നിങ്ങൾക്കായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിതാണ്, വെൻ സച്ചിൻ ഈസ് ബാറ്റിംഗ്, സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ, ഈവൻ ഗോഡ് ഈസ് വാച്ചിങ്, ദൈവം പോലും, ഈവൻ ഗോഡ്, ദൈവം പോലും ഈസ് വാച്ചിങ്, നോക്കി നിൽക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്വന്തമായിട്ട് 2 എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കുക, നമുക്ക് ചുമ്മാതെ ഒരു 2 എണ്ണം എഴുതി നോക്കാം. വെറുതെ ഒരു 2 എണ്ണം എഴുതി നോക്കാം. 1, സച്ചിനെ പറ്റി പോയിട്ട് വെറുതെ സെന്റൻസ് എഴുതിയാൽ മതി, അതിനപ്പുറത്തേക്കൊന്നുമില്ല. സച്ചിൻ ഈസ് ദ പ്രൈഡ്, സച്ചിനാണ് അഭിമാനം, പ്രൈഡ്. സച്ചിൻ ഈസ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്, സച്ചിൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അഭിമാനമാണ്. സച്ചിൻ ഈസ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. 2ാമതായിട്ട് നമുക്കൊന്നുകൂടി എഴുതാം. 2, സച്ചിൻ എഴുതി അപ്പോസ്ട്രഫി എസ്, മണ്ടയ്ക്കൊരു വര എസ്. സച്ചിൻ്റെ ബാറ്റ്, സ്പീക്ക് ചെയ്യുന്നു, സംസാരിക്കുന്നു. ലൗഡർ, കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ദാൻ, കാളും, എന്തിനേക്കാളും? വേർഡ്സ്, വാക്കുകളെക്കാളും. സച്ചിൻ്റെ ബാറ്റ് വാക്കുകളെക്കാളും കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഇത് കണക്ക് നമ്മൾ എന്തെങ്കിലും 2 എണ്ണം എഴുതി കൊടുത്താൽ മതി.
നമുക്ക് 2 മാർക്ക് കിട്ടും. ഒരെണ്ണത്തിന് 1 മാർക്ക് വെച്ച്. അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളിതൊന്ന് മായ്ക്കുകയാണ്, കാണാനുള്ള സൗകര്യത്തിനാണ്. ഓക്കെ, കുറച്ചൊക്കെ ഒന്ന് മായ്ച്ച് കളയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബ്ലാങ്ക് ഫില്ല് ചെയ്യുക. ഇവിടെ ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ഫില്ല് ചെയ്യുക. യൂസിങ് ഉപയോഗിച്ചുകൊണ്ട് as soon as. ഒന്നുകിൽ ഉപയോഗിക്കേണ്ടത് as soon as ആണ്, ഓർ അല്ലെങ്കിൽ so that ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഇൻവേർട്ടഡ് കോമ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇൻവേർട്ടഡ് കോമാസ് കണ്ടല്ലോ. ഇതിനകത്ത് കിടക്കുന്ന സാധനമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് കിടക്കുന്ന സാധനം, അതായത് ഇവിടെ as soon as എന്ന് പറയുന്ന പ്രയോഗം, ഇതാണ് നമ്മളൊന്ന് ചെയ്യേണ്ടത്. രണ്ടാമത്തത് so that, ഇതാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. as soon as എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നുള്ള അർത്ഥമാണ്. so that എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നുള്ള രീതിയിലാണ് അർത്ഥം വരുന്നത്. നമുക്ക് നോക്കാം, എയും ബിയും നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഐ ആം ഗോയിങ് ടു ഹാവ് എ ഷവർ. ഞാൻ ഒന്ന് കുളിക്കാൻ പോവുകയാണ്, അല്ലെ ഞാൻ കുളിക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഹാവ് എ ഷവർ. ഷവർ എന്ന് പറയുമ്പോൾ കുളിയാണ്. ഹാവ് എ ഷവർ എന്ന് പറഞ്ഞാൽ കുളിക്കുക. ഞാൻ കുളിക്കാൻ പോകുന്നു. ഡാഷ് ഐ ഗെറ്റ് ഹോം. ഞാൻ വീട്ടിൽ ചെന്നാൽ എന്തായിരിക്കണം? ഉടനെ, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞാൻ വീട്ടിൽ ചെന്നാൽ ഉടനെ ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ആസ് സൂൺ ആസ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് എന്താണ്? 10 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എന്നിട്ട് എ എന്ന് ഇടുക, എന്നിട്ട് ആസ് സൂൺ ആസ്, ഇത്ര എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ എന്താ? ബി എന്താണ്? വി വിൽ സെൻഡ് യു. ഞങ്ങൾ നിനക്ക് അയക്കാം, സെൻഡ് ചെയ്യാം. ആൻ SMS, ഒരു SMS അയക്കാം. ഡാഷ് യു ക്യാൻ അറൈവ്. നിനക്ക് എത്താൻ പറ്റും, നിനക്ക് എത്താൻ കഴിയും. ഓൺ ടൈം, സമയത്ത്. അതുകൊണ്ട് നിനക്ക് സമയത്ത് എത്താൻ പറ്റും. അപ്പോൾ SMS കണ്ടിട്ട് അതുകൊണ്ട് നിനക്ക് സമയത്ത് എത്താൻ പറ്റും. അപ്പോൾ എന്ത് വരും? സോ ദാറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 10 ബി എന്നിടുക, സോ ദാറ്റ്, ആ രീതിയിൽ ആൻസർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അല്പം കൂടെ ഒന്ന് വലുതാക്കാം. ഓക്കെ, വാട്ട് ഈസ് ആൻ എപ്പിറ്റാഫ്? വാട്ട് ഈസ് ആൻ എപ്പിറ്റാഫ്? എന്താണ് ഒരു എപ്പിറ്റാഫ്? ഇതാണ് ചോദ്യം. ഈ എപ്പിറ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട് സംഭവം. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്ന പാഠത്തിന് ശേഷമാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു സെമിത്തേരി പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, സെമിത്തേരി പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സെമിത്തേരിയിൽ നമ്മൾ കാണുന്നത് ഗ്രേവ്സ് ആണ് അല്ലെ? കുഴിമാടങ്ങൾ, ശവക്കല്ലറകൾ. അപ്പം അവിടെ കുത്തി നിർത്തിയിരിക്കുന്ന കല്ല്, ആ കല്ലിൽ ചിലതൊക്കെ എഴുതി വെക്കുമല്ലോ. ആ എഴുത്തിനെയാണെന്ന് പറയുന്നത് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കല്ലറയിൽ അല്ലെങ്കിൽ ഒരു കുഴിമാടത്തിൻ്റെ അവിടെ കല്ലിൽ എഴുതി വെച്ചേക്കുന്ന ആ എഴുത്തിനെയാണ് എന്താണ്? എപ്പിറ്റാഫ് എന്ന് പറയുക. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആൻ ഇൻസ്ക്രിപ്ഷൻ. എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓൺ ദ ഗ്രേവ് സ്റ്റോൺ. എവിടെയുള്ളതാണ് ഗ്രേവ് സ്റ്റോൺ? ഗ്രേവ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഈ കുഴിമാടത്തിൻ്റെ അവിടെയുള്ള കല്ല്, ആ കല്ലിൽ എഴുതി വെച്ചേക്കുന്ന ഇൻസ്ക്രിപ്ഷൻ. ഇൻ മെമ്മറി, ഓർമ്മയ്ക്കായിട്ട് എഴുതുന്നതാണ്. ഓർമ്മയ്ക്കായിട്ട് എഴുതി വെച്ചേക്കുന്ന ഇൻ മെമ്മറി. ആറ് ഓർമ്മയ്ക്കാണ്? ഓഫ് ദി ഡിസീസ്ഡ്, മരിച്ചുപോയ ആളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എഴുതി വച്ചിരിക്കുന്ന, ഈ കല്ലിൽ എഴുതി വച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് ഇൻസ്ക്രിപ്ഷൻ. ആ ഒരു എഴുതി വച്ചിരിക്കുന്ന കാര്യത്തെയാണ് എന്താണ്? നോണാസ് എപ്പിറ്റാഫ് എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 24 ഈ സംഭവം പറയുന്നുണ്ട്. പേജ് നമ്പർ 24 പറയുന്നുണ്ട്. ഇനി നമുക്കിത് വളരെ സിമ്പിളാക്കി എഴുതാം. ഇത്രയും കട്ടിക്കൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് വളരെ സിമ്പിളാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. വേറെ രീതിയിൽ നമുക്ക് എഴുതാം. എന്താണ്? ഈ ഗ്രേവ് സ്റ്റോണിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ, മരിച്ച ആളിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വേർഡ്സ്, വാക്കുകളാണ്. റിട്ടൺ, എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ. വേർഡ്സ് റിട്ടൺ,
എവിടെയാണ്? ഓൺ ദ ഗ്രേവ് സ്റ്റോണിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ ഓഫ് ദ ഡെഡ്. മരിച്ച ആളിൻ്റെ ഗ്രേവ് സ്റ്റോണിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇൻ മെമ്മറി ഓഫ് ദി ഡെഡ്, അല്ലെ ടു റിമെമ്പർ ദ ഡെഡ്, മരിച്ച ആളിനെ പറ്റി ഓർക്കാനായിട്ട് അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഇതാണ് എപ്പിറ്റാഫ്. ആ ഒരു കാര്യം മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പ്ലേ മദേഴ്സ് ഡേ ടോക്ക് അബൌട്ട്? മദേഴ്സ് ഡേ എന്ന് പറയുന്ന പ്ലേ നമുക്കറിയാം നാടകമാണ്. മദേഴ്സ് ഡേ എന്ന് പറയുന്ന നാടകം എന്താണ് ടോക്ക് അബൌട്ട് എന്ന് പറയുമ്പോൾ സംസാരിക്കുക, പറയുക. ഈ നാടകത്തിൽ എന്താണ് പറയുന്നത്? അപ്പോൾ നാടകത്തിൽ എന്താണ് പറയുന്നത്? ചൂസ് എനി 2 റൈറ്റ് ഓപ്ഷൻ. അപ്പോൾ ഏതെങ്കിലും 2 എന്നാണ് പറഞ്ഞേക്കുന്നത്, 2 ശരിയായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ, ചൂസ് ചെയ്യാൻ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ 2 ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ താഴെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? 1, 2, 3, 4. അതിൽ നിന്ന് 2 എണ്ണം, ശരിയായത് 2 എണ്ണം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ നോക്കുക, സെലിബ്രേഷൻ ഓഫ് മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ, മാതൃദിനം, ലോക മാതൃദിനത്തിൻ്റെ അല്ലെ മാതൃദിനത്തിൻ്റെ സെലിബ്രേഷൻ, ആഘോഷമാണോ ആ നാടകത്തിലുള്ളത്? മാതൃദിനത്തിൻ്റെ ആഘോഷമാണോ? അല്ല, തെറ്റാണ് അല്ലേ? അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കമ്മമറേഷൻ. കമ്മമറേഷൻ എന്ന് പറഞ്ഞാൽ അനുസ്മരണം, ഓർമ്മിക്കൽ ഓഫ് മദേഴ്സ്, അമ്മമാരെ ഓർമ്മിക്കൽ. അതാണോ അവിടെ ചെയ്യുന്നത്? അതുമല്ല. പിന്നെന്താണ്? ദ സ്റ്റേറ്റസ് ഓഫ് എ മദർ, ഒരു അമ്മയുടെ അവസ്ഥ. ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ അമ്മയുടെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അത് ശരിയാണെന്ന് നമുക്കറിയാം. ഇനി അടുത്തത് ദ ഡ്യൂട്ടീസ് ഓഫ് എ മദർ, ഒരു അമ്മയുടെ ഡ്യൂട്ടീസ്, ഒരു അമ്മയുടെ കടമകൾ. ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ, അതും അതിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. അപ്പോൾ 12 ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ഈ 2 കാര്യങ്ങൾ എടുത്തെഴുതുക, നമുക്ക് 2 മാർക്ക് കിട്ടും. ഇനി അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 13ാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? നോക്കുക, ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് അല്ലേ, ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാരം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ എന്താണ്, ഇവിടെ എവിടെ നിന്നാണ് ഈ അലങ്കാരം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഇത് നോക്കുക, താഴെ എയും ബിയും 2 വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികളിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്നിട്ട് എഴുതേണ്ടത്. നോക്കുക, ഒന്നാമത്തെ നോക്കുക, ആസ് ഹി ഡിഫീറ്റഡ്, അവൻ പരാജയപ്പെട്ടപ്പോൾ, ഡൈയിങ് എങ്ങനെ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഓൺ ഹൂസ് ഫോർബിഡൻ ഇയർ, അവൻ്റെ ഫോർബിഡൻ ഇയറിൽ. ഫോർബിഡൻ ഇയർ എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട കാതുകൾ എന്നാണ്. വിലക്കപ്പെട്ട കാതുകൾ. ഇവിടെ അണ്ടർലൈൻ കണ്ടല്ലോ, വിലക്കപ്പെട്ട കാതുകൾ, ഫോർബിഡൻ ഇയർ. ഇവിടെയാണ് എന്ത്, ആ പ്രയോഗം ഫിഗർ ഓഫ് സ്പീച്ച് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ അണ്ടർലൈൻ നിങ്ങൾ നോക്കുക, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാനെല്ലാം തുടക്കുകയാണ് അണ്ടർലൈൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. നോക്കുക, അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് ഈ ഭാഗത്താണ് വരുന്നത്, ഫോർബിഡൻ ഇയർ. ഈ ഫോർബിഡൻ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കപ്പെട്ട കാതുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നിയേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കിയേക്കാം. ഒന്നാമത്തത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഇതുവരെ കേൾക്കാത്ത ഒരു കട്ടിയുള്ള സാധനമായിരിക്കും അല്ലേ, അതവിടെ നിൽക്കട്ടെ. മെറ്റഫർ അല്പം മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ. മെറ്റഫർ ആണോ ഇത്? അല്ല. ഐ ആം ദ ഗേൾ എന്ന് പറഞ്ഞപ്പോഴായിരുന്നു മെറ്റഫർ. ഇവിടെ അങ്ങനൊന്നും പറയുന്നില്ല അല്ലേ. രണ്ടാമത്തെ സിമിലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ലൈക്ക് അല്ലെങ്കിൽ അസ് വന്നാൽ മാത്രമേ സിമിലി ആകൂ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അത് വല്ലതും ഉണ്ടോ? അതുമില്ല. അപ്പോൾ ഈ 2 സാധനവും നമുക്ക് വെട്ടിക്കളയാം. നമുക്കറിയത്തില്ലെങ്കിലും ഉത്തരം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രയോഗം ഞാൻ ഇവിടെ മുകളിൽ എഴുതുകയാണ്. സ്ലീപ്ലെസ് നൈറ്റ്. സ്ലീപ്ലെസ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കമില്ലാത്ത രാത്രി. സ്ലീപ്ലെസ് നൈറ്റ്, ഉറക്കമില്ലാത്ത രാത്രി. ഈ രാത്രിക്കാണോ ഉറക്കമില്ലാത്തത്? അല്ല, നമ്മൾ മനുഷ്യർക്കാണ് ഉറക്കമില്ലാത്തത് അല്ലേ. നമ്മൾ മനുഷ്യർക്ക് ഉറക്കമില്ല, പക്ഷെ പറയുന്നത് എന്തുവാ?
ഉറക്കമില്ലാത്ത രാത്രി എന്നാണ്. അതായത് മനുഷ്യർ എന്ന് പറയുന്നതിന് പകരം രാത്രിയുടെ നേരെ ഈ സംഭവം കൊടുത്തിരിക്കുകയാണ്. സ്ലീപ്ലെസ് എന്നുള്ള ആ ഒരു അവസ്ഥ രാത്രിക്കിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രയോഗത്തിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഇവിടെ നോക്കിയേ, ഫോർബിഡൻ ഇയർ, വിലക്കപ്പെട്ട കാതുകൾ. ഇവിടെ ഒരാൾ തോറ്റുപോയി, പരാജയപ്പെട്ടു, ഡിഫീറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അയാൾ ഡൈയിങ്, മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അയാളുടെ കാതുകളാണ്, അയാൾക്കാണ് വിലക്കപ്പെട്ടത്. ഫോർബിഡൻ എന്ന് പറയുമ്പോൾ അയാൾക്കാണ് വിലക്കുള്ളത്, അയാൾക്ക് വിജയമാണ് വിലക്കിയേക്കുന്നത്. നമ്മുടെ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന് പറയുന്ന കവിതയുടെ അകത്ത് വരുന്ന ഭാഗമാണ്. ഇപ്പോൾ ഫോർബിഡൻ എന്ന് പറയുന്നത് അയാളുടെ കേസാണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാ? ഫോർബിഡൻ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കാതുകൾ വിലക്കപ്പെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. കാതുകളല്ല, ശരിക്കും ആ ആളിനെയാണ് വിലക്കിയത്, അയാൾക്കാണ് വിജയം കിട്ടാതെ പോയത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഫോർബിഡൻ ഇയർ. അപ്പോൾ ഈ പ്രയോഗം ഇതാണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാനത് തുടക്കുകയാണ്, ഇതെല്ലാം മായ്ക്കുകയാണ്, ക്ലാരിറ്റിയോടുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വെയർ ആർ ഫോറസ്റ്റ്? എവിടെയാണ് കാടുകൾ, അല്ലേ? എവിടെയാണോ കാടുകൾ ഉള്ളത്? ഹോട്ട് ആസ് ഫയർ, അതിനാണ് അണ്ടർലൈൻ വന്നേക്കുന്നത്, ഹോട്ട് ആസ് ഫയർ. അപ്പോൾ നമ്മുടെ ഫിഗർ ഓഫ് സ്പീച്ച് ഇതാണ്, സംഭവം ഇതാണ്. എന്താണ് ഹോട്ട് ആസ് ഫയർ? തീ പോലെ ചൂടുള്ള കാടുകൾ. വൈഡ് ആസ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് പോലെ വിശാലമായ കാടുകൾ. ടോൾ ആസ് എ സ്പയർ, ഒരു സ്പയർ പോലെ, അല്ലെ, ഒരു സ്തൂപിക പോലെ, വലിയൊരു ടവർ പോലെ പൊക്കമുള്ള കാടുകളുള്ള ആ സ്ഥലം. അത് നമുക്ക് വേറൊന്നും വേണ്ട, അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം മതി നമുക്ക്, അല്ലേ? അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം നമുക്ക് മതി. ഹോട്ട് ആസ് ഫയർ. അവിടെ നോക്കിയ സിമ്പിൾ സാധനമാണ്, നമുക്ക് ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? അസ് എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. അസ് വന്നാൽ എന്താ സാധനം? എന്താണത്? എന്താ പ്രയോഗം? സിമിലിയാണ്, നമ്മൾ നേരത്തെ കണ്ടത്, അല്ലേ? മെറ്റഫറും അല്ല, ഹൈപ്പർബലിയും അല്ല, ഇത് രണ്ടും നമ്മൾ നേരത്തെ കണ്ടതാണ്. ഹൈപ്പർബലി എന്ന് പറയുമ്പോൾ പെരുപ്പിച്ച് പറയുന്നതാണ്. അതുമല്ല, ഇവിടെ സിമിലിയാണ്, കാരണം അസ് വന്നിട്ടുണ്ട്. അസ്സോ ലൈക്കോ വന്നാൽ സിമിലിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പിക്കുക. ആദ്യത്തെ 13 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി 14 മുതലാണ് നമുക്ക് വേണ്ടത്. അല്പം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. സമയം കളയാതെ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. വലിയ ക്വസ്റ്റ്യൻ നമ്പർ 4. ചോദ്യം എന്താണ്? ആൻസർ, ഉത്തരം എഴുതുക. എനി 5, ഏതെങ്കിലും 5 എണ്ണത്തിന്, ഓഫ് ദ ഫോളോയിങ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യവും ക്യാരീസ്, വഹിക്കുന്നു, അതിനുണ്ട് 4 സ്കോർസ്, 4 മാർക്കാണ് ഓരോ ചോദ്യത്തിനുമുള്ളത്. ആദ്യം എത്ര ചോദ്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. 14 1, 15 2, 16 3, 17 4, 18 5, 19 6 ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അതായത് 14ാമത്തെ ചോദ്യം. ഇമാജിൻ, നമ്മളോട് പറയുന്നു ഇമാജിൻ ചെയ്യാൻ, സങ്കല്പിക്കാൻ. ദാറ്റ് യു ആർ, നിങ്ങൾ, യു ആർ ഗോയിങ്, നിങ്ങൾ പോകുന്നു. എന്തിനു പോകുന്നു? ടു ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു. ആരെയാണ്? എ ഫേമസ്, ഒരു പ്രശസ്തനായ മലയാളം ഫിലിം ഡയറക്ടർ. പ്രശസ്തനായ ഒരു മലയാളം ഫിലിം സംവിധായകൻ, സിനിമാ സംവിധായകനെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു. ആരാണത്? ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫ് എന്ന സംവിധായകനെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. വാട്ട് വുഡ് യു ആസ്ക് ഹിം? വാട്ട് വുഡ് യു ആസ്ക് ഹിം? എന്താണ് നിങ്ങൾ അയാളോട്, അല്ലെ അദ്ദേഹത്തോട് ചോദിക്കുക? വാട്ട് വുഡ് യു ആസ്ക് ഹിം, എന്ത് ചോദ്യം ചോദിക്കും? പ്രിപ്പയർ, നമ്മളോട് പറഞ്ഞിരിക്കുന്നു പ്രിപ്പയർ ചെയ്യാൻ, തയ്യാറാക്കാൻ. 4 questions, 4 ചോദ്യങ്ങൾ തയ്യാറാക്കാൻ. ഫോർ ഇന്റർവ്യൂയിങ് ഹിം, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് 4 ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. 4 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഇൻസ്പയർഡ് യു? വാട്ട്, എന്താണ്? ഇൻസ്പയർ ചെയ്തത്, ഇൻസ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക. എന്താണ് മോട്ടിവേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് പ്രചോദനമായത്? യു, നിങ്ങൾക്ക്. ടു ബിക്കം, ആയിത്തീരാൻ. എ ഫിലിം ഡയറക്ടർ, ഒരു ഫിലിം ഡയറക്ടർ ആയിത്തീരാൻ
ഒരു സിനിമാ സംവിധായകനായി തീരുവാൻ നിങ്ങളെ പ്രചോദിപ്പിച്ച, നിങ്ങൾക്ക് പ്രചോദനമായ, നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകിയ കാര്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് യുവർ മൂവീസ്, നിങ്ങളുടെ സിനിമകളിൽ ഏതാണ്? വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അതിന്റെ അർത്ഥം വരിക. വിച്ച് ഓഫ് യുവർ മൂവീസ്, നിങ്ങളുടെ സിനിമകളിൽ ഏതാണ്? ഈസ് യുവർ ഫേവറേറ്റ്, നിങ്ങളുടെ ഫേവറേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളുടെ സിനിമകളിൽ ഏതാണ്? രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹൂ, ആരാണ്? ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആരാണ്? ഏത് ആക്ടറിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? എന്തിനാണ്? ടു വർക്ക് വിത്ത്, കൂടെ വർക്ക് ചെയ്യാൻ. ഏത് ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. വാട്ട് അഡ്വൈസ്, എന്ത് ഉപദേശമാണ് വുഡ് യു ഗീവ്, നിങ്ങൾ നൽകുക? ടു യങ് പീപ്പിൾ, ചെറുപ്പക്കാരായ ആളുകൾക്ക്. ഹു വാണ്ട് ടു മേക്ക് മൂവീസ്, വെറും ആളുകളല്ല, സിനിമ മൂവീസ് മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, വാണ്ട് ചെയ്യുന്ന ആളുകൾ. സിനിമ ഉണ്ടാക്കുവാൻ, പടം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നത്? 4 ചോദ്യമായി. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ചാണ്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾക്ക് നമുക്ക് 4 മാർക്ക് കിട്ടും. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, അടുത്ത വേറൊരു വീഡിയോയിൽ നമ്മൾ ഏതൊരാളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ചോദ്യം വന്നാലും എഴുതാനുള്ള ഉത്തരം തയ്യാറാക്കുന്നുണ്ട്, അതിനു പറ്റിയ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ഇന്റർവ്യൂ, ലെറ്റർ, സ്പീച്ച്, ഡയറി, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പൊതുവായി എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 15ാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 15ാമത്തെ ചോദ്യം നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. ഈ ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ഫിൽ ചെയ്യുക. വിത്ത് വേർഡ്സ്, വാക്കുകൾ കൊണ്ട്. ഏത് വാക്കുകളാ? ഗിവൺ ബിലോ, താഴെ തന്നിരിക്കുന്ന വാക്കുകൾ കൊണ്ട്. ടു മേക്ക്, എന്നിട്ട് എന്തിനാണ്? ഉണ്ടാക്കാൻ. സെൻസിബിൾ സെന്റൻസസ്, മീനിങ്ഫുൾ സെന്റൻസസ്, അർത്ഥം നൽകുന്ന തരത്തിൽ, മീനിങ് നൽകുന്ന തരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഇവിടെ ബ്രാക്കറ്റിലുണ്ട്. 1 അറ്റാക്ക്, ആക്രമണം എന്നർത്ഥം വരുന്ന വാക്ക്. 2 ഫ്രജൈൽ, ലോലമായ എന്നർത്ഥം വരുന്ന ഫ്രജൈൽ എന്ന വാക്ക്. 3ാമത് സിമ്പതി, സഹതാപം എന്നർത്ഥം വരുന്ന സിമ്പതി. 4ാമത്തത് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കൃത്രിമമായത്, ഈ അർത്ഥം വരുന്ന ആർട്ടിഫിഷ്യൽ. ഈ 4 വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ABCD 4 ചോദ്യങ്ങളുണ്ട്. ഓരോന്നിലും ഓരോ ഡാഷ് ഉണ്ട്. അവിടെ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ചേരുന്ന വാക്കെടുത്ത് നമ്മൾ ചേർക്കണം. നമുക്ക് 1ാമത്തെ ചോദ്യം നോക്കാം. ഐ ഹാവ് നോ. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. ഐ ഹാവ് നോ എന്ന് പറഞ്ഞാൽ എനിക്കില്ല. ഡാഷ്. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന എന്തോ ഒരു സംഭവം ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കുക, അടുത്ത വാക്ക് നോക്കുക. ഫോർ പീപ്പിൾ, ആളുകളോട് എനിക്ക് ഡാഷ് ഇല്ല. ഏതാളുകളാന്ന് നോക്കിയേ. ഹൂ മിസ്ബിഹേവ് ചെയ്യുന്ന ആളുകളോട്. മിസ്ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പെരുമാറുക. വിത്ത് their പെറ്റ്സ്, ആരോടാണ് മോശമായി പെരുമാറുന്നത്? their പെറ്റ്സ്, അവരുടെ പെറ്റ്സിനോടാണ്. പെറ്റ്സ് എന്താണ്? വളർത്തു മൃഗങ്ങൾ, വളർത്തുന്ന ജീവികൾ. ഇപ്പോൾ വളർത്തുന്ന ജീവികളോട് മോശമായി പെരുമാറുന്ന ആളുകളോട് എനിക്ക് ഡാഷ് ഇല്ല. എന്താണ്? അറ്റാക്ക് ഇല്ല എന്നാണോ? ആക്രമണമില്ല എന്നാണോ? അതോ ഫ്രജൈൽ എന്നുള്ള ലോലമായതെന്നാണോ? അതോ സിമ്പതി ഇല്ല എന്നാണോ? സഹതാപമില്ല. അതല്ലേ കൂടുതൽ ചേരുന്നത്? സിമ്പതി അല്ലേ കൂടുതൽ ചേരുന്നത്? അപ്പോൾ സിമ്പതി, ആ വാക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 15 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, A എന്നിടുക, സിമ്പതി എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. നിങ്ങൾ മുഴുവൻ എഴുതി സ്ഥലവും സമയവും ഒന്നും കളയണ്ട. സിമ്പതി എന്ന് മാത്രം എഴുതുക. ഇനി B ക്വസ്റ്റ്യൻ നോക്കാം. ദീസ് ഫ്ലവേഴ്സ്, ഈ പൂക്കൾ, ആണ് ഡാഷ്, ഈ പൂക്കൾ ഡാഷ് ആണ്. മുകളിലുള്ള വാക്കാ നമുക്ക് വേണ്ട. സിമ്പതി എന്ന വാക്ക് പോയി. നമുക്കിനി ബാക്കി 3 വേർഡ്സ് നോക്കിയാൽ മതി. നോക്കുക. ബട്ട്, എന്നാൽ,
ലുക്ക് ആസ് ദോ ദേ വെയർ റിയൽ. ലുക്ക് എന്നാൽ ഈ പൂക്കൾ കാണപ്പെടുന്നു. ആസ് ദോ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. പോലെ കാണപ്പെടുന്നു. ദേ വെയർ റിയൽ, അവ റിയൽ ആണെന്ന പോലെ കാണപ്പെടുന്നു. റിയൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ളത്. അപ്പൊ യഥാർത്ഥത്തിലുള്ളത് പോലെ കാണപ്പെടുന്നു ഈ പൂക്കൾ. അപ്പൊ ഈ പൂക്കൾ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? യഥാർത്ഥത്തിലുള്ളത് പോലെ തോന്നും. അപ്പൊ ഈ പൂക്കൾ ശരിക്കും എന്താ? അത് കൃത്രിമമാണ്. കൃത്രിമം എന്നുള്ളതിന് വാക്കെന്താണ്? ആർട്ടിഫിഷ്യൽ. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ആർട്ടിഫിഷ്യൽ, ആ വാക്കാണ് നമുക്ക് വേണ്ടത്. ആർട്ടിഫിഷ്യൽ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ആർട്ടിഫിഷ്യൽ എന്ന് എഴുതുക. അപ്പൊ ആ വാക്ക് നമുക്ക് പോയി. ഇനി ബാക്കി 2 വേർഡ്സ് മാത്രമേ ഇവിടെയുള്ളൂ. നമുക്ക് നോക്കാം, മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹി ഹാസ് ഹാഡ്, അവനുണ്ടായി. ആൻഡ് ഡാഷ് ഓഫ് ഫീവർ, ഫീവറിന്റെ ഡാഷ് ഉണ്ടായി. ഫീവറിന്റെ നമുക്കിനി ബാക്കിയുള്ള 2 വാക്കുകളാണ്. ഒന്ന് അറ്റാക്ക്, 2 ഫ്രജൈൽ. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആക്രമണം, ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ ലോലമായത്. ഫീവർ എന്താണ്? ഫീവർ എന്ന് പറയുമ്പോൾ പനിയാണ്. പനിയുടെ ലോലമായതെന്ന് വരുമോ? ഇല്ല, പനിയുടെ ആക്രമണം. രോഗങ്ങൾ നമുക്ക് വരുമ്പോൾ അതിനകത്തും നമുക്കെന്താണ്? രോഗങ്ങൾ വന്നു എന്ന് പറയാനും അറ്റാക്ക് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആക്രമണം എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ആക്രമണം ഉണ്ടായി, നമുക്ക് ആ രോഗം വന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വാക്ക് നമുക്ക് കിട്ടി. ഇനി അവസാനത്തെ ചോദ്യം. ഇനിയിപ്പോൾ ഒരേ ഒരു വാക്കേ ബാക്കിയുള്ളൂ, ഫ്രജൈലാണ്, അതായിരിക്കും വരിക. എങ്കിലും നമുക്ക് ചോദ്യം ഒന്ന് നോക്കിയേക്കാം. ദോസ് ടോയ്സ്, ആ കളിപ്പാട്ടങ്ങൾ, ആർ മെയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഓഫ് ഗ്ലാസ്, ഗ്ലാസ് വെച്ചാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താണ്? ആർ വെരി, അത് വളരെ ഫ്രജൈലാണ്, ലോലമാണ്. ഫ്രജൈൽ, ലോലം, ലോലമായത്, എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നത്, ഫ്രജൈലാണ്. ഇങ്ങനെയാണ് ഉത്തരം വരിക. ഇനി നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. ഡ്രാമ, നാടകം. ഇസ് എ ഗുഡ് മീഡിയം, നല്ലൊരു മീഡിയമാണ്. മീഡിയം എന്താണ്? ഒരു ഉപാധി അല്ലെ മാധ്യമം, നല്ലൊരു മാധ്യമമാണ്, ഒരു മാർഗമാണ്. എന്തിനുള്ള മാർഗമാണ്? ഫോർ കൺവേയിങ്, കൺവേ ചെയ്യാൻ, കൈമാറാൻ. എ സോഷ്യൽ മെസ്സേജ്, ഒരു സമൂഹത്തിനൊരു മെസ്സേജ് കൈമാറാൻ പറ്റിയ ഒരു മാർഗമാണ് നാടകം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു, നമ്മുടെ മെയിൻ ചോദ്യം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. വാട്ട് ആർ, എന്തൊക്കെയാണ്, ദി ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, ദാറ്റ് ദ പ്ലേ, നാടകം. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടകം. മദേഴ്സ് ഡേ, നമ്മുടെ നാടകത്തിന്റെ പേരെന്താ? മദേഴ്സ് ഡേ. അപ്പൊ മദേഴ്സ് ഡേ എന്ന നമ്മുടെ നാടകം ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ മദേഴ്സ് ഡേ എന്ന നാടകം ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എടുത്തു കാണിക്കുക. അപ്പോൾ മദേഴ്സ് ഡേ എന്ന നാടകം ഹൈലൈറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്, നമുക്കറിയാം. ഒത്തിരി വലിയ ഉത്തരമൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള, അത്യാവശ്യം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉത്തരമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഉത്തരത്തിലേക്ക് പോകാം. ദ പ്ലേ, നാടകം. നാടകത്തിന്റെ പേരെന്താണ്? മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ എന്ന നാടകത്തിന്റെ പേരെഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അപ്പുറവും ഇപ്പുറവും ഇൻവേർട്ടഡ് കോമാസ് കൊടുത്തിട്ടുണ്ട്, ഡബിൾ ഇൻവേർട്ടഡ് കോമാസ്. അപ്പോൾ ആ രീതിയിൽ വേണം നാടകത്തിന്റെ പേരെഴുതാൻ. അപ്പോൾ മദേഴ്സ് ഡേ എന്ന് പറയുന്ന നമ്മുടെ നാടകം ഇത് എഴുതിയേക്കുന്ന ആരാണ്? ബൈ ജെ.ബി. പ്രീസ്ലി. ജെ.ബി. പ്രീസ്ലി ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ജെ.ബി. പ്രീസ്ലി എഴുതിയ മദേഴ്സ് ഡേ എന്ന നാടകം ഗീവ്സ്, നമുക്ക് നൽകുന്നു, ഗീവ്സ് എ, ഒരു ഗുഡ്, ഒരു നല്ല സോഷ്യൽ മെസ്സേജ്, ഒരു നല്ല സാമൂഹിക സന്ദേശം, സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്ന നാടകമാണ്. ഇറ്റ് ഷോസ്, അത് കാണിക്കുന്നു, ദാറ്റ് എന്താണ്? മദേഴ്സ് വർക്ക് ഹാർഡ്, അമ്മമാർ എന്ത് ചെയ്യുന്നു? ഹാർഡ് വർക്ക് ചെയ്യുന്നു, കഠിനമായിട്ട് അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. എവ്രി ഡേ, എല്ലാ ദിവസവും. ഫോർ ദെയർ ഫാമിലീസ്, അവരുടെ കുടുംബത്തിന് വേണ്ടി. അമ്മമാർ എല്ലാ ദിവസവും അവരുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ബട്ട് എന്നാൽ, മെനി പീപ്പിൾ, പല ആളുകളും അല്ലെ പല ആളുകൾക്കും ഡു നോട്ട് താങ്ക് ചെയ്യുന്നില്ല, നന്ദി പറയുന്നില്ല. ഓർ അല്ലെങ്കിൽ റെസ്പെക്ട് ദം, അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല. റെസ്പെക്ട് ചെയ്യുക എന്താണ്? ബഹുമാനിക്കുക. അപ്പൊ അമ്മമാർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ പല ആളുകളും അമ്മമാരെ എന്താണ്? താങ്ക് ചെയ്യാറില്ല, അമ്മമാർക്ക് നന്ദി പറയാറില്ല, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കാറില്ല. മിസ്സിസ് പിയേഴ്സൺസ് ഫാമിലി,
മിസ്സിസ് പിയേഴ്സന്റെ കുടുംബം ടേക്സ് ഹെർ എന്താ ചെയ്യുന്നത്? ടേക്സ് ഹെർ ഫോർ ഗ്രാൻഡഡ്. ടേക്സ് ഹെർ ഫോർ ഗ്രാൻഡഡ്. അതൊരു പ്രയോഗമാണ്. വില കുറച്ച് കാണുക. അവരെ വില കുറച്ചാണ് മിസ്സിസ് പിയേഴ്സന്റെ കുടുംബം കാണുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നോക്കിയേ, അപ്പോൾ ആ അമ്മയെ, മിസ്സിസ് പിയേഴ്സൺ എന്ന അമ്മയെ അവരുടെ കുടുംബം വില കുറച്ചാണ് കാണുന്നത്. ദേ എക്സ്പെക്ട്. അവര് എക്സ്പെക്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ഹെർ ആ അമ്മ, അവർ ടു ഡു ചെയ്യുമെന്ന്. ഓൾ ദ ഹൗസ് വർക്ക് വീട്ടിലെ പണികളെല്ലാം ആ അമ്മ ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ദ പ്ലേ സെയ്സ് ഈ നാടകം പറയുന്നത് ദാറ്റ് ഹൗസ് വർക്ക് ഈ വീട്ടുജോലി എന്ന് പറയുന്നത് ഈസ് നോട്ട് ഓൺലി എ മദേഴ്സ് ജോബ് ഒരമ്മയുടെ ജോലി മാത്രമല്ല. ഇതാണ് ഈ നാടകം പറയുന്നത്. വീട്ടുജോലി എന്നത് ഒരമ്മയുടെ ജോലി മാത്രമല്ല. എവ്രി വൺ എല്ലാവരും, ഇൻ ദ ഫാമിലി കുടുംബത്തിലെ എല്ലാവരും ഷുഡ് ഹെൽപ്പ് ചെയ്യണം. ഇതാണ് ഈ നാടകം പറയുന്നത്. ഇത് ഈ നാടകം ഓൾസോ ടീച്ചസ് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അസ് നമ്മളെ ഈ നാടകം പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ്? ടു റെസ്പെക്ട് ചെയ്യാൻ, ബഹുമാനിക്കാൻ. അവർ മദേഴ്സ് നമ്മുടെ അമ്മമാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ കെയർ ഫോർ ദം അവരെ കെയർ ചെയ്യാൻ, അവരെ നോക്കാൻ നമ്മളെ ഈ നാടകം പഠിപ്പിക്കുന്നു. വി ഷുഡ് ലവ് നമ്മൾ സ്നേഹിക്കണം. ദം അവരെ നമ്മൾ സ്നേഹിക്കണം. ഹെൽപ്പ് ദം അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് താങ്ക് ദം അവർക്ക് നന്ദി പറയണം. ഫോർ ഓൾ ദ വർക്ക് എല്ലാ ജോലികൾക്കും. ഏത് ജോലിയാണ്? ദേ ഡു അവർ ചെയ്യുന്ന, അമ്മമാർ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും അവരെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ അവർക്ക് നമ്മൾ നന്ദി പറയണം. ഇതാണ് പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് ഇതാണ് ദ മെയിൻ മെസ്സേജ് പ്രധാന മെസ്സേജ് സന്ദേശം ഓഫ് ദ പ്ലേ ഈ നാടകത്തിന്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ്. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. യു ഹാവ് റെഡ് നിങ്ങൾ വായിച്ചു. എന്താണ് വായിച്ചത്? ആൻ ഇൻട്രസ്റ്റിംഗ് ഒരു രസകരമായ അനക്ഡോട്ട് എന്താണ്? റിയൽ സ്റ്റോറിയാണ്. ഒരാളുടെ ലൈഫിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവം. അതിനെയാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. ബൈ റസ്കിൻ ബോണ്ട്. ആരാണ് അത് എഴുതിയേക്കുന്നത്? റസ്കിൻ ബോണ്ട് ആണ്. റസ്കിൻ ബോണ്ട് എഴുതിയ അനക്ഡോട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശരിക്കും നടന്നിട്ടുള്ള കാര്യം നിങ്ങൾ വായിച്ചതാണ്. നമ്മുടെ പാഠം ഏത് പാഠമാണ്? എക്സെൻട്രിക് ഗസ് എന്നുള്ള പാഠം. മൈ എക്സെൻട്രിക് ഗസ് എന്നുള്ള പാഠമാണ്. ആ പാഠം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഇതെന്തിനെ ബേസ് ചെയ്താണ്? അടിസ്ഥാനപ്പെടുത്തിയാണ്. ദി ഇൻസെക്ട്സ് പ്രാണികളെ, ബേർഡ്സ് പക്ഷികളെ, ആൻഡ് അതർ വൈൽഡ് ക്രീച്ചേഴ്സ് ബാക്കിയുള്ള എന്താണ്? വന്യജീവികൾ. ഇവരെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാഠമാണ്. ദാറ്റ് കെയിം ഈ ജീവികളൊക്കെ എന്താണ്? വന്നു. ഇൻടു ഹിസ് കോട്ടേജ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്ന ഇൻസെക്റ്റുകളെയും ബേർഡ്സുകളെയും അതുപോലെ ക്രീച്ചേഴ്സിനെ, മറ്റ് വൈൽഡ് ക്രീച്ചേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു പാഠമാണ്. ഇനി നമ്മുടെ ചോദ്യം ഇനി വരുന്നതേ ഉള്ളൂ. ഇതുവരെ നമ്മുടെ ചോദ്യമായിട്ടില്ല. പ്രിപ്പയർ തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. എ ഡിസ്ക്രിപ്ഷൻ ഒരു വിവരണം. അപ്പോൾ നമ്മുടെ ചോദ്യം ശരിക്കും ഇതാണ്. ഒരു വിവരണം തയ്യാറാക്കുക. എന്ത് വിവരണമാണ്? ഓൺ എനി വൺ ഓഫ് ദ ക്രീച്ചേഴ്സ്. എനി വൺ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റി. എന്തുവാ? ഓഫ് ദ ക്രീച്ചേഴ്സ് ജീവികളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റി. ദാറ്റ് യു ഫൈൻഡ് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾ കാണുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ജീവിയെ പറ്റി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളൊരെണ്ണം മോഡൽ കൊടുത്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. ശ്രദ്ധിക്കുക. ഐ ഫൗണ്ട് ഞാൻ കണ്ടു, എനിക്ക് തോന്നി അല്ലെങ്കിൽ ഞാൻ കണ്ടു. ദ സ്പാരോ എന്തിനെയാണ്? സ്പാരോ എന്താണ്? കുരുവിയാണ്. വെരി ഇൻട്രസ്റ്റിംഗ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്
ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ എനിക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രസകരമായതല്ലേ, താല്പര്യമുണ്ടാക്കുന്നത്. എനിക്ക് വല്ലാത്ത രസമുള്ളതുപോലെ തോന്നി. എന്തിന്? സ്പാരോയ്ക്ക്, കുരുവിക്ക്. ഇറ്റ് ഈസ്, അതാണ്, എന്താണ്? എ സ്മോൾ, ഒരു ചെറിയ ബേർഡ്, പക്ഷിയാണ്. വിത്ത് ബ്രൗൺ ആൻഡ് ഗ്രേ, ചാര, ഗ്രേ ഫെതേഴ്സ്, തൂവലുകൾ. അപ്പൊ ബ്രൗൺ നിറത്തിലുള്ളതും ചാര നിറത്തിലുള്ളതുമായ തൂവലുകളുള്ള ഒരു പക്ഷിയാണ്. ഇറ്റ് ഹാസ് എ ഷോർട്ട് ബീക്ക്, അതിനെന്തുണ്ട്? ഷോർട്ട് ആയിട്ടുള്ള ചെറിയ ഒരു ബീക്കുണ്ട്. ബീക്ക് എന്താണ്? കൊക്ക്, ചുണ്ട്. ചെറിയ കൊക്കാണ്, ചുണ്ടാണ് അതിനുള്ളത്. ആൻഡ് എ ചിയർഫുൾ എന്താണ്? സന്തോഷം നിറഞ്ഞ, ഹാപ്പി ആയിട്ടുള്ള വോയിസ്, സ്വരമാണ് അതിനുള്ളത്. ഇറ്റ് ഫ്ലൈസ്, അത് പറക്കുന്നു. ക്വിക്ലി, പെട്ടെന്ന് പറക്കുന്നു. ആൻഡ് ബിൽഡ്സ്, അതുപോലെ ബിൽഡ് ചെയ്യുന്നു. ഇറ്റ്സ് നെസ്റ്റ്, അതിൻ്റെ കൂട് അത് ബിൽഡ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ഇൻ ട്രീസ്, മരങ്ങളിൽ. ഓർ അല്ലെങ്കിൽ നിയർ ഹൗസസ്, വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അതെന്ത് ചെയ്യുന്നു? കൂട് കൂട്ടുന്നു. ഇറ്റ് ഈറ്റ്സ്, അത് ഭക്ഷിക്കുന്നു, കഴിക്കുന്നു. സീഡ്സ്, വിത്തുകൾ, അരികളൊക്കെ കഴിക്കുന്നു. ആൻഡ് സ്മോൾ, അതുപോലെ ചെറിയ ഇൻസെക്ട്സ്, പ്രാണികളെയും കഴിക്കുന്നു. ദ സ്പാരോ, ഈ കുരുവി, ഈസ് ഫ്രണ്ട്ലി, വളരെ ഫ്രണ്ട്ലിയാണ്, നമ്മളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. ആൻഡ് ആക്റ്റീവ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. നല്ല ചുറുചുറുക്കുള്ള, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഒരു പക്ഷിയാണ്. ഇറ്റ് വേക്സ് അസ്, അത് നമ്മളെ ഉണർത്തുന്നു. വേക്സ് അസ് അപ്പ്, നമ്മളെ ഉണർത്തുന്നു. വിത്ത് ഇറ്റ്സ് സ്വീറ്റ്, അതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള ചെർപ്പിംഗ്, ചില, അതിൻ്റെ മധുരമുള്ള ചില, അതായത് കരച്ചിൽ. ആ കരച്ചിലൂടെ നമ്മളെ അത് ഉണർത്തുന്നു. ഇറ്റ് ഈസ് ഹാംലെസ്, അതൊരു ഹാംലെസ് ആയിട്ടുള്ള പക്ഷിയാണ്. ഹാംലെസ് എന്ന് പറയുമ്പോൾ നിരുപദ്രവകാരി, ഉപദ്രവമൊന്നുമില്ലാത്തൊരു പക്ഷിയാണ്. ആൻഡ് യൂസ്ഫുൾ, വളരെ പ്രയോജനമുള്ളൊരു പക്ഷിയാണ്. ടു നേച്ചർ, പ്രകൃതിക്ക് ഗുണമുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. വി ഷുഡ് പ്രൊട്ടക്റ്റ്, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം. സ്പാരോസ്, ഈ കുരുവികളെ, സ്പാരോസിനെ. ആൻഡ് കീപ് ദെയർ ഹോംസ്, അവരുടെ ഹോംസ്, വീട് നമ്മൾ കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം. സേഫ് ആയിട്ട്, സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ഇത്രയുമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ 4 മാർക്കിന്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നോക്കുക, ചോദ്യം ശ്രദ്ധിക്കുക. ഇൻ ദ സ്റ്റോറി, കഥയിൽ, ഏത് കഥയാണ്? ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്, ഇതാണ് നമ്മുടെ കഥയുടെ പേര്. അറിയാമല്ലോ, സുധാമൂർത്തി എഴുതിയ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന കഥയിൽ ദ നറേറ്റർ ആരാണ്? കഥ നമുക്ക് പറഞ്ഞു തരുന്നയാളാണ് നറേറ്റർ. അത് നമ്മുടെ എഴുത്തുകാരി തന്നെയാണ്, സുധാമൂർത്തി തന്നെയാണ്. നറേറ്റർ വാസ് ടേക്കൺ അബാക്ക് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നാണ്. വാസ് ടേക്കൺ അബാക്ക്, ഞെട്ടിപ്പോയി. എപ്പോഴാണ്? വെൻ ഹെർ ഗ്രാൻഡ് മദർ, അവളുടെ മുത്തശ്ശി, ടച്ച്ഡ് ഹെർ ഫീറ്റ്, അവളുടെ കാലിൽ തൊട്ടപ്പോൾ. മുത്തശ്ശി എഴുത്തുകാരിയുടെ കാലിൽ തൊടുന്നു, അപ്പോൾ എഴുത്തുകാരി ഞെട്ടിപ്പോയി. ഷീ വാസ് അസ്റ്റോണിഷ്ഡ്, അവൾ ഞെട്ടിപ്പോയി. വീണ്ടും അസ്റ്റോണിഷ്ഡ് എന്നുള്ള വാക്കാണ്, ഞെട്ടിപ്പോയി എന്ന് തന്നെയാണ്. അറ്റ് ദി ആക്ട്, ആ ഒരു പ്രവൃത്തിയിൽ, മുത്തശ്ശി ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയി. വാട്ട് മൈറ്റ് ഹെർ തോട്ട്സ്, വാട്ട് മൈറ്റ് ഹെർ തോട്ട്സ്, അവളുടെ ചിന്തകൾ ഹെർ തോട്ട്സ് ഹാവ് ബീൻ, ആയിരിക്കാം, എന്തൊക്കെയായിരിക്കാം അവളുടെ ചിന്തകൾ. പ്രിപ്പയർ, തയ്യാറാക്കുക. എ ഡയറി എൻട്രി, അപ്പോൾ എഴുത്തുകാരി എഴുതാനിടയുള്ള ഒരു ഡയറി തയ്യാറാക്കുക. ഈ സംഭവം നടക്കുന്ന അന്നത്തെ രാത്രിയിൽ നമ്മുടെ എഴുത്തുകാരി ഡയറി എഴുതുന്നു. അവൾ ഡയറിയിൽ എഴുതാനിടയുള്ള കാര്യങ്ങൾ അത് നമ്മൾ തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ഡയറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യണം. ഡേറ്റ് എന്നിവിടെ നിങ്ങൾ കൊടുത്തേക്കുന്ന കണ്ടല്ലോ, ഡേറ്റ്. അവിടെ ഡേറ്റ് എന്ന് എഴുതേണ്ട കാര്യമില്ല. അതിന് പകരം ഡേറ്റ് എന്ന് എഴുതുന്നതിന് പകരം നോക്കുക, ഡേറ്റ് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അങ്ങനെ ഡേറ്റ് എന്ന് നമ്മൾ എഴുതേണ്ട കാര്യമില്ല പരീക്ഷയ്ക്ക്.
പകരം എന്ത് ചെയ്യുക, ആ ഡേറ്റ് എഴുതേണ്ട സ്ഥലത്ത് നമ്മൾ ഒറിജിനൽ ഡേറ്റ് അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഉദാഹരണത്തിന് നമ്മുടെ പാഠം അതായത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന് പറയുന്ന പാഠത്തിൽ മുത്തശ്ശി ഇവളെ വായിച്ചു കേൾപ്പിക്കുന്നു, എഴുത്തുകാരിയെ വായിച്ചു കേൾപ്പിക്കുന്നു അല്ലെ. സ്വന്തമായിട്ട് വായിച്ചു കേൾപ്പിക്കുകയും കാലേ തൊട്ട് വന്നിക്കുകയൊക്കെ ചെയ്യുന്നത് ഏത് ദിവസമാണ്? ദസറ ദിവസമാണ്. ഈ ദസറ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയദശമി, അതായത് നമ്മൾ എഴുത്തിനിരുത്തുന്ന ദിവസം, ആദ്യമായിട്ട് കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്തുന്ന, അക്ഷരം എഴുതിക്കുന്ന ദിവസം, ആ ദിവസമാണ്. ഈ വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒക്ടോബർ 20-നാണ് ഈ വിജയദശമി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കാം. ഡയറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഡേറ്റ് എഴുതുക. ഡേറ്റ് എഴുതുക എന്ന് പറയുന്നതാണ് ഡയറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ് ഇടുകയാണ്, 20 ഒക്ടോബർ. ഒക്ടോബർ ഫുൾ എഴുതണമെന്നില്ല, OCT എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ എന്ന് എഴുതാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 20 ഒക്ടോബർ. ഇത് പണ്ട് നടന്നൊരു സംഭവമാണ്. വേണമെങ്കിൽ നമുക്ക് വർഷം എഴുതി കൊടുക്കാം, 1972. ചുമ്മാ അതൊരു വർഷം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഈ വർഷം നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡേറ്റ് നിർബന്ധമായിട്ട് വേണം, ഡേറ്റും മാസവും നിർബന്ധമായിട്ട് വേണം. വർഷം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഡയറി അല്ലേ, ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്താണ്, ഒരു വർഷത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും എഴുതുന്നത്. അതുകൊണ്ട് ആ വർഷം ഇല്ലെങ്കിലും നമുക്ക് വിഷയമില്ല. പക്ഷെ എന്ത് വേണം, ഡേറ്റും മാസവും കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാക്കിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നോക്കുക. ടുഡേ, ഇന്ന്, വാസ് എ വെരി സ്പെഷ്യൽ ഡേ. ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമായിരുന്നു. ഐ വാസ് സർപ്രൈസ്ഡ്. ഞാൻ ഞെട്ടിപ്പോയി. എപ്പോഴാണ്? വെൻ ഗ്രാൻഡ്മ, എൻ്റെ ഗ്രാൻഡ് മദർ, ടച്ച്ഡ്, തൊട്ടപ്പോൾ, മൈ ഫീറ്റ്, എൻ്റെ പാദങ്ങളിൽ തൊട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഐ കുഡ് നോട്ട്, എനിക്ക് കഴിഞ്ഞില്ല, ബിലീവ്, വിശ്വസിക്കാൻ, ഇറ്റ്, അത്, എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഐ ഫെൽറ്റ്, എനിക്ക് ഫീൽ ചെയ്തു, ഷൈ, വല്ലാത്ത നാണം, എനിക്ക് വല്ലാത്ത നാണം തോന്നി, നാണക്കേട് തോന്നി. ആൻഡ് ഇമോഷണൽ, എനിക്കതുപോലെ വല്ലാത്ത ഫീലിങ്ങും വന്നു, ഇല്ല, വല്ലാത്ത വിഷമവും തോന്നി. ഷീ സെഡ്, എന്നാൽ അവർ പറഞ്ഞത്, അല്ലെ അവൾ പറഞ്ഞത്, എൻ്റെ മുത്തശ്ശി പറഞ്ഞത്, ഐ വാസ് ഹെർ ടീച്ചർ, ഞാൻ അവളുടെ ടീച്ചറായിരുന്നു എന്നാണ്. ഐ വാസ് ഹാപ്പി, എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഷീ ഹാഡ് ലേൺഡ്, അവൾ പഠിച്ചു, അവർ പഠിച്ചു എന്ന കാര്യം, മുത്തശ്ശി പഠിച്ചു എന്ന കാര്യത്തിൽ. എന്താണ് പഠിച്ചത്? ടു റീഡ്, വായിക്കാൻ. മുത്തശ്ശി വായിക്കാൻ പഠിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. ഹെർ ഹാർഡ് വർക്ക്, മുത്തശ്ശിയുടെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, കഷ്ടപ്പാട്. ആൻഡ് സ്ട്രോങ് വിഷ്, സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം, ശക്തമായ ആഗ്രഹം. ടു ലേൺ, പഠിക്കാനുള്ള ആ ശക്തമായ ആഗ്രഹം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, ഹാർഡ് വർക്കും പഠിക്കാനുള്ള ആഗ്രഹവും, ഇൻസ്പയർഡ് മീ, എന്നെ ഇൻസ്പയർ ചെയ്തു. ഇൻസ്പയർ നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യനകത്തും കണ്ടതാണ്, പ്രചോദനം നൽകുക, മോട്ടിവേഷൻ നൽകുക. എനിക്ക് മോട്ടിവേഷൻ നൽകി, എനിക്കൊരു പ്രചോദനം നൽകി ഈ പറഞ്ഞ കാര്യങ്ങൾ. ഐ അണ്ടർസ്റ്റുഡ്, എനിക്ക് മനസ്സിലായി. ദാറ്റ് ദെയർ ഈസ് നോ ഏജ്, ഒരു പ്രായവുമില്ല. ഫോർ ലേണിംഗ്, പഠനത്തിന്, പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഐ വിൽ ഓൾവേസ്, ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അതേഴ്സ്, മറ്റുള്ളവരെ. ടു ലേൺ, പഠിക്കാൻ, ഞാൻ എപ്പോഴും മറ്റുള്ളവരെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. ദിസ് ഈസ് എ ഡേ, ഇതൊരു ദിവസമാണ്. ഐ വിൽ നെവർ, ഞാൻ ഒരിക്കലും ഇല്ല, ഫോർഗെറ്റ്, മറക്കില്ല, ഞാൻ ഒരിക്കലും മറക്കാത്ത, ഞാൻ ഒരിക്കലും മറക്കില്ല എന്നുറപ്പുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ ഒരു ഡയറിയാണ് ഇത്. വേണമെങ്കിൽ നമുക്ക് ഇനിയും വലുതാക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഡയറി എഴുതാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 19ാമത്തെ ചോദ്യം നോക്കുക. ചോദ്യം എന്താണ്?
സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ് ടു കോംപ്രിഹെൻഡ് എ നെക്ടർ റിക്വയേഴ്സ് സോറസ്റ്റ് നീഡ്. ഇത് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്നുള്ള കവിതയിൽ നിന്നുള്ള വരികളാണ്. ചോദ്യം ഇതുവരെ വന്നില്ല, 4 വരികൾ ഇവിടെ കൊടുത്തു. ഇനി എന്താണ് ചോദ്യം? എന്താണ്? വാട്ട് ഈസ്, എന്താണ് ദ മെസ്സേജ്, മെസ്സേജ് എന്താണ്, സന്ദേശം എന്താണ്, ഓഫ് ദീസ് ലൈൻസ്, ഈ വരികളുടെ സന്ദേശം എന്താണ്, ബൈ എമിലി ഡിക്കിൻസൺ, എമിലി ഡിക്കിൻസൺ എഴുതിയേക്കുന്ന ഈ വരികളുടെ സന്ദേശം എന്താണ്? ഈ വരികളുടെ അർത്ഥം നമുക്ക് ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം. സക്സസ് ഈസ് കൗണ്ടഡ്, ഒന്നുകൂടെ തുടക്കുകയാണ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുടക്കുകയാണ്. നോക്കുക, സക്സസ് വിജയം, ഈസ് കൗണ്ടഡ് പരിഗണിക്കുന്നു, സ്വീറ്റസ്റ്റ് ഏറ്റവും മധുരമുള്ളതായിട്ട് പരിഗണിക്കുന്നത്, കണക്കാക്കുന്നത്. ആരാണ്? ബൈ ദോസ് അവരാണ്. വിജയത്തിന് ഏറ്റവും മധുരമുള്ളതായിട്ട് കണക്കാക്കുന്നത് അവരാണ്. ഏതവരാണ്? ഹു നെവർ സക്സീഡ്സ്, ഒരിക്കലും വിജയിക്കാത്തവർ, സക്സീഡ് ചെയ്യാത്തവർ, ഒരിക്കലും വിജയിക്കാത്തവരാണ് വിജയത്തിന് ഏറ്റവും അധികം വില നൽകുന്നത്. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇനി ടു കോംപ്രിഹെൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ. എന്താണ്? എ നെക്ടർ, നെക്ടർ എന്താണ്? പൂന്തേനാണ്, ഒറിജിനൽ പൂവിൽ നിന്നുള്ള തേനാണ്. പൂന്തേനിനെ മനസ്സിലാക്കണമെങ്കിൽ റിക്വയേഴ്സ് നമുക്ക് ആവശ്യമാണ്, സോറസ്റ്റ് നീഡ് ഏറ്റവും എന്താണ് ബാഡ് ആയിട്ടുള്ള, ഏറ്റവും മോശമായ ആവശ്യം, മീൻസ് ഏറ്റവും വലിയ അത്യാവശ്യം, ഏറ്റവും അത്യാവശ്യം വരുമ്പോഴാണ് നമുക്ക് എന്താണ് പൂന്തേനിൻ്റെ വില മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ, ഇപ്പം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നവനെ വെള്ളത്തിൻ്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെയാണ് വിജയിക്കാത്തവന് മാത്രമേ വിജയത്തിൻ്റെ വില അറിയാവൂ. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ വരികളിലൂടെ എന്താണ് കവി പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 4 മാർക്കിന് നമ്മളത് സിമ്പിളായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. നോക്കുക, ദീസ് ലൈൻസ്, ഈ വരികൾ, ടെല്ലസ് നമ്മളോട് പറയുന്നു, ദാറ്റ് ഇനി പറയുന്ന കാര്യം എന്താണ്? സക്സസ് വിജയം ഈസ് മോസ്റ്റ് വാല്യുബിൾ, ഏറ്റവും വിലയുള്ളതാകുന്നത് ടു പീപ്പിൾ ആളുകൾക്കാണ്. ഹു ഫെയിൽ, പരാജയപ്പെടുന്ന ആളുകൾ, ഫെയിൽ ചെയ്യുന്ന ആളുകൾ, പരാജയപ്പെടുന്ന ആളുകൾക്കാണ് വിജയത്തിന് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ദേ നോ, അവർക്കറിയാം, ഹൗ സ്വീറ്റ്, എത്രത്തോളം സ്വീറ്റ് ആണ് എന്ന്, എത്രത്തോളം മധുരമുള്ളതാണെന്ന്. എന്താണ്? സക്സസ് ഈസ്, വിജയം, വിജയം എത്രത്തോളം മധുരമുള്ളതാണെന്ന് അവർക്കറിയാം. പീപ്പിൾ ഹു ഓൾവേസ് വിൻ, പീപ്പിൾ ആളുകൾ, ഹു ഓൾവേസ് എപ്പോഴും വിൻ വിജയിക്കുന്ന ആളുകൾ, മേ നോട്ട്, അവർക്ക് മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് മനസ്സിലായെന്ന് വരില്ല. ഇറ്റ്സ് ട്രൂ വാല്യൂ, അതിൻ്റെ യഥാർത്ഥ വില, എപ്പോഴും ജയിക്കുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ വില മനസ്സിലായി എന്ന് വരില്ല. എ തേഴ്സ്റ്റി പേഴ്സൺ, ഒരു ദാഹിക്കുന്ന ആളിന് മാത്രമേ നോസ് അറിയാൻ പറ്റൂ, ദ വാല്യൂ വില, ഓഫ് നെക്ടാർ പൂന്തേനിൻ്റെ വില, വെള്ളത്തിൻ്റെ വില ദാഹിക്കുന്നവനെ അറിയാവൂ എന്ന് പറയുന്നത് പോലെ. ഇൻ ദ സെയിം വേ, അതേ രീതിയിൽ, എ പേഴ്സൺ ഒരു വ്യക്തി, ഹു ഫേസസ് ഫെയിലിയർ, ഫെയിലിയറിനെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി, പരാജയത്തെ നേരിടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മാത്രമേ അണ്ടർസ്റ്റാൻഡ്സ് മനസ്സിലാവുകയുള്ളൂ, സക്സസ് വിജയത്തെ, ബെറ്റർ കൂടുതൽ നന്നായി, വിജയത്തെ കൂടുതൽ നന്നായി മനസ്സിലാകുന്നത് പരാജയം അറിയുന്നവനാണ്. ദ പോയറ്റ് സെയ്സ്, കവി പറയുന്നു, ദാറ്റ് ഹാർഡ് ടൈംസ്, കഠിനമായ സമയങ്ങൾ, ഹെൽപ്പസ് നമ്മളെ സഹായിക്കും, വാല്യൂ സക്സസ് വിജയത്തിന് വില നൽകാൻ. നമുക്ക് മോശം സമയമാണെങ്കിൽ നമ്മൾ വിജയത്തിന് കൂടുതൽ വില നൽകും. കഷ്ടപ്പാടുകൾ നമ്മൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ വിജയത്തിന് കൂടുതൽ വിലയുണ്ടാകും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ദ മെയിൻ മെസ്സേജ് ഓഫ് ദീസ് ലൈൻസ്, ഈ വരികളുടെ മെയിൻ ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതാണ്. ആദ്യത്തെ 19 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് 20ാമത്തെ ചോദ്യം മുതൽ നോക്കാം. നോക്കുക, അറ്റംപ്റ്റ് എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അറ്റംപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അറ്റംപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എഴുതാനായിട്ട് ശ്രമിക്കുക എന്നാണ്. എനി 5 ഏതെങ്കിലും 5 എണ്ണം ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതാനായിട്ട് ശ്രമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 എണ്ണം എഴുതിയാൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യത്തിനും ക്യാരീസ് ഉണ്ട്
6 scores, 6 മാർക്ക് ഉണ്ട്. അപ്പോൾ 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യം എത്ര ചോദ്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. 20 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം 20, പിന്നെയോ 21 രണ്ടാമത്തെ ചോദ്യം, 22 മൂന്നാമത്തെ ചോദ്യം, 23 നാലാമത്തെ ചോദ്യം, 24 അഞ്ചാമത്തെ ചോദ്യം, 25 ആറാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് 6 ചോദ്യങ്ങളേ ഉള്ളൂ. നേരത്തെ കൂടുതൽ ഓപ്ഷൻസ് നമുക്കുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ 6 ചോദ്യങ്ങളാണ് ആകെയുള്ളത്. ഈ 6 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 6 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ 5 എണ്ണത്തിന് ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് അധികമില്ല. ഈ 6 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ 5 എണ്ണത്തിന് ഉത്തരം എഴുതണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതായത് നമ്മുടെ 20ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. പ്രിപ്പയർ ആൻ ഒബിച്വറി. ഒരു ഒബിച്വറി പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക. ഒബിച്വറി എന്താണ്? ചരമക്കുറിപ്പ് അല്ലെങ്കിൽ ചരമവാർത്ത. ആരുടെയാണ്? ഓഫ് MT വാസുദേവൻ നായർ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മലയാളത്തിന്റെ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ചരമവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂ ഹാസ് പാസ്ഡ് അവേ. അദ്ദേഹം പാസ് അവേ ചെയ്തു. ഈ പാസ് അവേ എന്നുള്ള വാക്ക് കേട്ടാൽ നിങ്ങൾ ആ ഒരു പ്രയോഗം കേട്ടാൽ ഉറപ്പിച്ചോണം മരിച്ചുപോയി എന്നാണ്. ഹൂ ഹാസ് പാസ്ഡ് അവേ, അദ്ദേഹം മരിച്ചുപോയി. റീസെന്റ്, ഈ അടുത്ത കാലത്ത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ MT വാസുദേവൻ നായരുടെ ഒബിച്വറി തയ്യാറാക്കുക, ചരമക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം വിവരങ്ങളെല്ലാം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഇവിടെയും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അദ്ദേഹത്തിന്റെ പേര് MT വാസുദേവൻ നായർ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫോട്ടോയുടെ സ്ഥലം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെയോ ഡൈഡ്, അദ്ദേഹം മരിച്ചത്. ആ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത് 25/12/2024. 25/12/2024 ഡേറ്റ് തന്നിട്ടുണ്ട്. ഏജ്, അദ്ദേഹത്തിന്റെ പ്രായം 91 തന്നിട്ടുണ്ട്. പ്ലേസ്, അദ്ദേഹം മരിച്ച സ്ഥലം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആണ്, കോഴിക്കോടുള്ള ഹോസ്പിറ്റൽ. ക്രിമേഷൻ, അദ്ദേഹത്തിന്റെ ദഹനം, അദ്ദേഹത്തെ ദഹിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ദഹിപ്പിച്ച ആ സ്ഥലം, അദ്ദേഹത്തിന്റെ അടക്കമെന്നല്ല അല്ലെ, ആ ഒരു മരണാനന്തര ചടങ്ങുകൾ നടന്ന സ്ഥലം എന്ന് പറയുന്നത് സ്മൃതിപഥമാണ്. ഈ സ്മൃതിപഥം എന്ന് പറയുന്ന ഒരു ക്രിമറ്റോറിയത്തിന്റെ പേരാണ്, ശ്മശാനത്തിന്റെ അല്ലെങ്കിൽ ചുടുകാടിന്റെ പേരാണ്. ഡെഡ് ബോഡിയൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ്. ഇത് കോഴിക്കോടാണ് ഉള്ളത്. ഇനി ഓണർ, ഇത് ഹോണർ എന്നല്ല വായിക്കുന്നത്, H ആദ്യം വന്നിട്ടുണ്ട്. എന്നാൽ H സൈലന്റ് ആണ്, നമ്മളത് പറയില്ല. നിങ്ങൾ ഓർത്തോണം, ഓണർ എന്നാണത് വായിക്കുക. ഓണർ, ബഹുമതി. ബഹുമതി എന്ന് പറയുന്നതാണ് ബൈ ദ കേരള പോലീസ്. കേരള പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ദഹിപ്പിച്ചത്. ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ആദരവ് കാണിക്കുവാനായിട്ട് പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ദഹിപ്പിച്ചത്. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ക്രിമറ്റോറിയം, നമ്മൾ നേരത്തെ പറഞ്ഞ ശ്മശാനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് മ്യൂറൽസ്. അവിടെ മ്യൂറൽസ് ഉണ്ട്. മ്യൂറൽസ് എന്ന് പറയുമ്പോൾ ചുവർ ചിത്രങ്ങളാണ്. ചുവർ ചിത്രങ്ങളുണ്ട്. ഭിത്തിയിൽ പടം വരച്ച് വെച്ചേക്കുന്ന ആ ഒരു കാര്യം അവിടെയുണ്ട്. നോക്കിക്കോണം, എന്താണത്? ഡെപ്പിക്റ്റിംഗ്. അത് ഡെപ്പിക്റ്റ് ചെയ്യുന്നു, ചിത്രീകരിക്കുന്നു, കാണിക്കുന്നു നമ്മളെ. എന്താ അവിടെ ചിത്രീകരിക്കുന്നത്? ദ ഹ്യൂമൻ ജേർണി, മനുഷ്യന്റെ യാത്രയാണ്. മനുഷ്യന്റെ യാത്ര കാണിക്കുന്നു. ഫ്രം ബർത്ത്, ജന്മം മുതൽ, ജനനം മുതൽ, ടു ഡെത്ത്, മരണം വരെ. ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യന്റെ യാത്ര ചിത്രീകരിച്ചിരിക്കുന്ന മ്യൂറൽസ്, ചുമർ ചിത്രങ്ങൾ ഈ ക്രിമറ്റോറിയത്തിൽ, ശ്മശാനത്ത് ഉണ്ട്, അവിടെയുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അവാർഡ്സ് റിസീവ്ഡ്, അദ്ദേഹം സ്വീകരിച്ച അവാർഡുകൾ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ. അതിൽ പ്രധാനപ്പെട്ട 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പത്മഭൂഷൺ 2005, 2005 പത്മഭൂഷൺ അവാർഡ് കിട്ടി. ജ്ഞാനപീഠ് അവാർഡ്, ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുണ്ട് 1995, 1995. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ പറ്റി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഒരു ചരമക്കുറിപ്പാക്കി മാറ്റാം. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നോക്കുക, 20ാമത്തെ ചോദ്യമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു. അതിനുശേഷം
ഒബിച്ചറി എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, ചരമക്കുറിപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുന്നു. ആളിൻ്റെ പേരെഴുതുന്നു. ഇവിടെ MT വാസുദേവൻ നായരാണ്, നമ്മളത് എഴുതി കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, MT വാസുദേവൻ നായർ ആളിൻ്റെ പേര് നമ്മൾ എടുത്തെഴുതുന്നു. എന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം, ദ ഫേമസ് മലയാളം റൈറ്റർ, ഫേമസ് ആയിട്ടുള്ള മലയാളം എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. പാസ്ഡ് അവേ, മരിച്ചുപോയി. പാസ്ഡ് അവേ, മരിച്ചുപോയി. ശ്രദ്ധിച്ചോണം, ഇങ്ങനെ തന്നെ എഴുതുക. പാസ്ഡ് അവേ, മരിച്ചുപോയി. ഓൺ എന്ന് ചേർത്തിട്ട് ഡേറ്റ് പറയണം, മരിച്ചുപോയ ഡേറ്റ്. 25 ഡിസംബർ 2024. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഡേറ്റ് പറയുക. നമ്മളിവിടെ മാസത്തിന്റെ പേര് 12 എന്നതിന് പകരം ഡിസംബർ എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നതുപോലെ വേണമെങ്കിൽ അങ്ങനെ എഴുതുക. ഇനി അവിടെ പ്രായം തന്നിട്ടുണ്ട് 91. അത് നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്, അറ്റ് ദി ഏജ്, വയസ്സിൽ, എത്രാമത്തെ വയസ്സിൽ, ഓഫ് 91, 91ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. ഇൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, എവിടെ വെച്ചാണ് മരിച്ചതെന്ന് പറയുന്നു. ഇൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അവിടെ വേണമെങ്കിൽ അറ്റും നമുക്ക് ഉപയോഗിക്കാം. ഇന്നിന് പകരം അറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഡേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞേക്കുന്നത് ക്രിമേഷൻ ആണ്, അല്ലെ? അദ്ദേഹത്തിന്റെ ദഹിപ്പിക്കൽ, അദ്ദേഹത്തിന്റെ ആ മരണാനന്തര ചടങ്ങ് നടന്ന കാര്യം. അപ്പൊ ഹിസ് ക്രിമേഷൻ, അദ്ദേഹത്തിന്റെ ദഹനം, അദ്ദേഹത്തിനെ ദഹിപ്പിച്ചത്, ആ ചടങ്ങ് വാസ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ നടന്നു എന്നുള്ളതാണ്. വാസ് ഹെൽഡ്, അത് നടന്നു. അറ്റ് സ്മൃതിപദം ക്രിമറ്റോറിയം, സ്മൃതിപദം എന്ന ക്രിമറ്റോറിയത്തിൽ വെച്ച്, ചുടുകാട് വെച്ച് അല്ലെങ്കിൽ ശ്മശാനത്ത് വെച്ചാണ് നടന്നത്. കോഴിക്കോടുള്ള സ്മൃതിപദം ക്രിമറ്റോറിയത്തിലാണ് നടന്നത്. വിത്ത് കേരള പോലീസ് ഓണേഴ്സ്, കേരള പോലീസിന്റെ ബഹുമതികളോടെ. ഇപ്പൊ കേരള പോലീസിന്റെ ബഹുമതികളോടെ സ്മൃതിപദം ക്രിമറ്റോറിയത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആ ദഹനം, ആ ചടങ്ങ് നടന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പഴയ സംഭവമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. ഇനി അതല്ല, ഈ തൊട്ടടുത്ത് ആരുടെയെങ്കിലും ഒരു മരണം നടക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളോട് എഴുതാൻ പറയുന്നതെങ്കിൽ, ഈ ക്രിമേഷൻ, ഈ ചടങ്ങ് നടക്കും, ഇന്ന സമയത്ത് നടക്കും, നാളെ നടക്കും എന്നൊക്കെ നമുക്ക് പറയാം. ഒരു മരണാനന്തര അറിയിപ്പ് എന്നുള്ള രീതിയിൽ കൂടെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഇനി നോക്കുക, ദ ക്രിമറ്റോറിയം ഈസ് വെൽ നോൺ. ഈ ക്രിമറ്റോറിയം വെൽ നോൺ ആണ്. വെൽ നോൺ എന്ന് പറഞ്ഞാൽ എന്താ? വളരെയധികം അറിയപ്പെടുന്നു. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ക്രിമറ്റോറിയം ഈസ് വെൽ നോൺ, വളരെയധികം അറിയപ്പെടുന്നു. ഫോർ ഇറ്റ്സ് മ്യൂറൽസ്, അതിന്റെ മ്യൂറൽസിന്റെ പേരിൽ, മ്യൂറൽസ് എന്ന് പറയുമ്പോൾ ചുമർ ചിത്രങ്ങളുടെ പേരിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു ക്രിമറ്റോറിയമാണ്, ശ്മശാനമാണിത്. ആ ചുമർ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? ഡെപ്പിക്റ്റിംഗ്, അത് ചിത്രീകരിക്കുന്നു, നമ്മളെ കാണിച്ചു തരുന്നു. ദ ഹ്യൂമൻ ജേർണി, മനുഷ്യന്റെ യാത്ര. ഫ്രം ബർത്ത് ടു ഡെത്ത്, ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യന്റെ യാത്ര കാണിച്ചു തരുന്ന ചിത്രങ്ങൾ അവിടെ ഉണ്ട്, ചുമർ ചിത്രങ്ങൾ അവിടെ ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അടുത്ത് തന്നേക്കുന്ന വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഹി റിസീവ്ഡ്, അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. മെനി അവാർഡ്സ്, പല അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ്, ഉൾപ്പെടെ, എന്തുൾപ്പെടെ? ദ ജ്ഞാനപീഠ് അവാർഡ്, ജ്ഞാനപീഠം അവാർഡ് ഉൾപ്പെടെ 1995, 1995. ആൻഡ് ദ പത്മഭൂഷൺ, പത്മഭൂഷണും ഉൾപ്പെടെ 2005 പത്മഭൂഷണും 1995 ജ്ഞാനപീഠ അവാർഡും ഉൾപ്പെടെ. ഫോർ ഹിസ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ, എന്തിനാണ് ഈ അവാർഡ് കിട്ടിയത്? അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്, വലിയ കോൺട്രിബ്യൂഷൻ, സംഭാവനയ്ക്കാണ്. ടു ലിറ്ററേച്ചർ, എന്തിന് നൽകിയ സംഭാവന? സാഹിത്യത്തിന് നൽകിയ സംഭാവനയ്ക്കാണ് ഇത്രയും വലിയ അവാർഡുകളൊക്കെ കിട്ടിയത്. ഹിസ് ബുക്സ്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ആൻഡ് സ്റ്റോറീസ്, കഥകൾ. ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട്, പ്രചോദനം നൽകിയിട്ടുണ്ട്, മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട്. മെനി റീഡേഴ്സ്, പല വായനക്കാർക്കും. ഹിസ് ഡെത്ത്, അദ്ദേഹത്തിന്റെ മരണം. ഇനി നമ്മൾ തരാത്ത, ഇപ്പം
എന്താണ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ? ഈ ഒരു ഭാഗം വരെ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നേക്കുന്ന ഡേറ്റ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ എക്സ്ട്രാ ആയിട്ട് എഴുതിയേക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഹിസ് ബുക്സ്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, ആൻഡ് സ്റ്റോറീസ്, അതുപോലെ കഥകൾ. ഇൻസ്പയർഡ്, പ്രചോദനം നൽകിയിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട്, മെനി റീഡേഴ്സ്, പല വായനക്കാർക്കും. ഹിസ് ഡെത്ത്, അദ്ദേഹത്തിന്റെ മരണം. ഈസ് എ ഗ്രേറ്റ് ലോസ്, ഒരു വലിയ നഷ്ടമാണ്. ടു മലയാളം ലിറ്ററേച്ചർ, മലയാള സാഹിത്യത്തിന് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ മരണം. വി പ്രേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്താണ്? ദാറ്റ് ഹിസ് സോൾ, അദ്ദേഹത്തിന്റെ ആത്മാവ് റെസ്റ്റ് ചെയ്യട്ടെ എന്ന്, വിശ്രമിക്കട്ടെ എന്ന്. ഇൻ പീസ്, സമാധാനത്തിൽ, ശാന്തിയിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് കൂടാതെ എക്സ്പ്രസ്, ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു, എന്താണ്? പ്രകടിപ്പിക്കുന്നു. അവർ ഹാർട്ട് ഫെൽറ്റ്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള, ഹൃദയം തൊട്ടുള്ള കണ്ടോളൻസസ് എന്താണ്? അനുശോചനങ്ങൾ, വിഷമം. ടു ഹിസ് ഫാമിലി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് അനുശോചനം അർപ്പിക്കുകയാണ്, ഹൃദയത്തിൽ തട്ടി എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. ഇത് എക്സ്ട്രാ ആയിട്ട് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നമ്മൾ MT വാസുദേവൻ നായരുടെ ഒബിച്വറി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അവിടെ ഒരു ഫോട്ടോയ്ക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു സംഭവം ഇവിടെയും വെറുതെ വരച്ചിട്ട് ഫോട്ടോ എന്ന് കാണിക്കാം. അത്രയും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ആവശ്യമില്ല. ഒബിച്വറി എന്ന് ഹെഡിങ് കൊടുക്കുക, ആളിൻ്റെ പേരെഴുതുക, വലതുവശത്ത് ഇങ്ങനെ ഫോട്ടോ എന്നുള്ളൊരു സംഭവം കാണിക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി വെക്കുക, സെൻറ്റൻസുകളാക്കി മാറ്റുക. ഇനി ഇത് കൂടാതെ, ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്തു. ഇത് കൂടാതെ മറ്റു ചോദ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒബിച്വറി തയ്യാറാക്കുന്നത് വേറൊരു വീഡിയോയിൽ പഠിക്കാം. സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്കൊന്നുകൂടി നോക്കാം, ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് തൽക്കാലം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അറ്റംപ്റ്റ്, ശ്രമിക്കുക അല്ലെങ്കിൽ എഴുതുക. എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്നാൽ വിമർശനാത്മക ആസ്വാദനം. ഒന്നുമില്ല, കവിതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. ആസ്വാദനം എഴുതുക. ഓഫ് ദ പോയം, കണ്ട, കവിതയെന്ന് വന്നിരിക്കുന്നു. ഏത് കവിതയാണ്? ദ 7 Ages of Man എന്ന കവിതയുടെ ആസ്വാദനം എഴുതുക. ഈ കവിത എഴുതിയേക്കുന്നത് ആരാണ്? ബൈ ഷേക്സ്പിയർ എഴുതിയിരിക്കുന്ന ദ 7 Ages of Man എന്ന കവിതയുടെ ആസ്വാദനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെപ്പറേറ്റ് പാഠങ്ങളുടെ നോട്ട്സ് ഇട്ടിട്ടുണ്ടല്ലേ. ചെറിയ നോട്ടുകളും ഇട്ടിട്ടുണ്ട്, വലിയ നോട്ടുകളും ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് അത് പഠിക്കാവുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ചെറിയ നോട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ ഇതിൻ്റെ ഉത്തരമായിട്ട് ഈ പാഠത്തിൻ്റെ ചെറിയ നോട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇനി നിങ്ങൾക്ക് വലിയ നോട്ട് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരമായിട്ട് ആ വലിയ നോട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അല്ലാതെ നമ്മളിത് പ്രത്യേകിച്ച് വേറെ പഠിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. 22ാമത്തെ ചോദ്യം. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എഴുതുക എന്നുള്ളതാണ്. ദ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതകൾ. എന്ത് പ്രത്യേകതകളാണ്? ഓഫ് ദ പ്ലേ, നാടകത്തിന്റെ, പ്ലേയുടെ. ഏത് നാടകമാണ്? മദേഴ്സ് ഡേ എന്ന നാടകത്തിന്റെ പ്രത്യേകതകൾ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എഴുതുക. വിത്ത് സ്പെഷ്യൽ എംഫസിസ് കൊടുത്തുകൊണ്ട്. എന്താണ് സ്പെഷ്യൽ എംഫസിസ്? പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൺ ദ ക്യാരക്ടർ, ആർക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത്? ക്യാരക്ടറിന്, കഥാപാത്രത്തിന്. ഏത് കഥാപാത്രമാണ്? ഓഫ് മദർ, അമ്മയുടെ കഥാപാത്രം. അമ്മ എന്ന് പറയുമ്പോൾ മിസ്സിസ് പിയേഴ്സൺ. അപ്പോൾ മിസ്സിസ് പിയേഴ്സൺ എന്ന അമ്മയുടെ കഥാപാത്രത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് മദേഴ്സ് ഡേ എന്ന നാടകത്തിന്റെ പ്രത്യേകതകൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാഠത്തിന്റെ ചെറിയ നോട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വലിയ നോട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട് അല്ലേ, ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് എഴുതി വെച്ചാൽ മതി. നമ്മൾ പഠിച്ചേക്കുന്നത് എഴുതി വെച്ചാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെയും നമ്മളൊന്നും ചെയ്യുന്നില്ല. വേറെ നിങ്ങൾ പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
റൈറ്റ് എഴുതാനാണ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു, എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നു. എ റിവ്യൂ, ഒരു റിവ്യൂ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശകലനം. ഒരു വിശകലനം എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഓഫ് ദ ഫിലിം സോങ്, ഫിലിം സോങ്ങിന്റെ വിശകലനം. ഏത് ഫിലിം സോങ് ആണ്? മൈ ഹാർട്ട് വിൽ ഗോ ഓൺ, മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ടൈറ്റാനിക് സിനിമയിലെ ആ ഒരു പാട്ട്, ടൈറ്റിൽ സോങ്, അതിൻ്റെ ഒരു വിശകലനം, റിവ്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രെസ്സിങ്, സ്ട്രെസ് ചെയ്തുകൊണ്ട്, ഊന്നൽ നൽകിക്കൊണ്ട്, നമ്മൾ നേരത്തെ കണ്ട എംഫസിസ് പോലെയുള്ള ഒരു വാക്കാണ് സ്ട്രെസ് ചെയ്യുക എന്നുള്ളത്. ഊന്നൽ നൽകിക്കൊണ്ട് എന്തിനൊക്കെയാണ്? ഇറ്റ്സ് തീം, അതിൻ്റെ വിഷയത്തിന്. ആൻഡ് ടെക്നിക്കൽ ഇഫക്ട്സ്, ടെക്നിക്കലായിട്ടുള്ള ആ പാട്ടിൻ്റെ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആ പാട്ടിൻ്റെ ഒരു റിവ്യൂ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയും എന്തു തന്നെ ചെയ്താൽ മതി? നമ്മൾ പഠിച്ചിട്ടുള്ള നോട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ചെറിയ നോട്ടെങ്കിൽ ചെറിയ നോട്ട്, അല്ലെങ്കിൽ വലിയ നോട്ട് എഴുതാൻ പറ്റുന്നവർ അത് എഴുതുക. നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൃത്യമായ ഉത്തരങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. താഴെ പറഞ്ഞാൽ മതി, നമുക്കത് വേണ്ട വിധത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാം. ഇനി ഇതേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇമാജിൻ, സങ്കല്പിക്കുക, ദാറ്റ് യു ആർ ഗോയിങ് ടു ഇൻ്റർവ്യൂ, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. വാട്ട് വുഡ് യു ആസ്ക് ഹിം, വാട്ട് എന്ത്, വുഡ് യു ആസ്ക് നിങ്ങൾ ചോദിക്കും, ഹിം അദ്ദേഹത്തോട്, എന്താണ് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക? പ്രിപ്പയർ, പ്രിപ്പയർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, തയ്യാറാക്കുക. എന്താണ്? 3 questions, 3 ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദ്യങ്ങൾ മാത്രമല്ല, നേരത്തെ നമ്മൾ ഇൻ്റർവ്യൂ കണ്ടു അല്ലേ? ബേസിൽ ജോസഫിൻ്റെ ഇൻ്റർവ്യൂ തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ എഴുതാൻ നമ്മളോട് പറഞ്ഞിരുന്നു. ഇവിടെ 3 ചോദ്യങ്ങൾ മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആൻഡ് 3 ലൈക്ലി, പുള്ളി പറയാനിടയുള്ള സാധ്യതയുള്ള റെസ്പോൺസുകൾ കൂടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ മറുപടി, പുള്ളി നൽകുന്ന ഉത്തരങ്ങൾ കൂടി തയ്യാറാക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 ചോദ്യങ്ങളും വേണം, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും വേണം. നമുക്കൊന്ന് നോക്കാം. 24ാമത്തെ ചോദ്യമാണ്. നമ്മൾ നമ്പർ ഇടുന്നു, എന്നിട്ട് ആൻസർ ചെയ്യുകയാണ്. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അടൂർ ഗോപാലകൃഷ്ണനോട് ചോദിക്കുകയാണ് അല്ലേ? അപ്പം ഞാനാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാനെന്ന് എഴുതിയിരിക്കുന്നു. ചോദ്യം ഇതാണ്: സർ, വാട്ട് ഇൻസ്പയർഡ് യു? വാട്ട് എന്താണ് ഇൻസ്പയർ ചെയ്തത്, പ്രചോദനം നൽകിയത്, യു നിങ്ങൾക്ക്, ടു ബിക്കം ആയിത്തീരാൻ, എ ഫിലിം മേക്കർ ഒരു സിനിമാ സംവിധായകനായിത്തീരാൻ എന്താണ് നിങ്ങൾക്ക് പ്രചോദനം നൽകിയത്? അടൂർ ഗോപാലകൃഷ്ണൻ മറുപടി പറയുകയാണ്: മൈ ലവ് ഫോർ സ്റ്റോറീസ്, എൻ്റെ ഇഷ്ടമാണ്. എന്തിനോടുള്ള ഇഷ്ടം? ഫോർ സ്റ്റോറീസ്, കഥകളോടുള്ള ഇഷ്ടം. തിയേറ്റർ, അതുപോലെ തിയേറ്ററിനോട്, നാടകത്തോടൊക്കെയുള്ള ഇഷ്ടം. ആൻഡ് സിനിമ, അതുപോലെ സിനിമയോടുള്ള ഇഷ്ടം. ഇതൊക്കെയാണ് ഇൻസ്പയർഡ് മീ, എനിക്ക് പ്രചോദനം നൽകിയത്. എന്തിനാണ്? ടു ബിക്കം ആയിത്തീരാൻ, എ ഫിലിം മേക്കർ ഒരു സിനിമാ സംവിധായകനായിത്തീരാൻ എനിക്ക് എന്താണ് പ്രചോദനം നൽകിയത്? ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 1ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ചോദിക്കുകയാണ്: വിച്ച് ഓഫ് യുവർ ഫിലിംസ്, യുവർ ഫിലിംസ് നിങ്ങളുടെ സിനിമകളിൽ, വിച്ച് ഓഫ് ഏതാണ്, ഈസ് യുവർ ഫേവറേറ്റ് നിങ്ങളുടെ ഫേവറേറ്റ്, നിങ്ങളുടെ സിനിമകളിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ്, അല്ലെ താങ്കളുടെ സിനിമകളിൽ ഏതാണ് താങ്കളുടെ ഫേവറേറ്റ് സിനിമ? ആൻഡ് വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ? ആ സിനിമ ഫേവറേറ്റ് ആയതിൻ്റെ കാരണം എന്താണ്? അടൂർ ഗോപാലകൃഷ്ണൻ മറുപടി പറയുന്നു: എലിപ്പത്തായം, എലിപ്പത്തായമാണ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ്, എൻ്റെ ഫേവറേറ്റ് ഫിലിംസിൽ ഒന്നെന്ന് പറയുന്നത് എലിപ്പത്തായമാണ്. ബിക്കോസ്, കാരണം, ഇറ്റ് റിഫ്ലെക്ട്സ്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുന്നു. എന്താണ്? സോഷ്യൽ ചേഞ്ച്, സമൂഹത്തിലെ മാറ്റം കാണിക്കുന്ന ഒരു സിനിമയാണത്. ഇൻ എ മീനിങ്ഫുൾ വേ, എങ്ങനെയാണ്? മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ, അർത്ഥപൂർണമായ ഒരു രീതിയിൽ. അപ്പോൾ നല്ല രീതിയിൽ സമൂഹത്തിലെ മാറ്റം കാണിക്കുന്ന ഒരു സിനിമയാണ്
എലിപ്പത്തായം, അതുകൊണ്ട് അതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ്. ഇപ്പൊ രണ്ടാമത്തെ സെറ്റ് ചോദ്യവുമായി അതിൻ്റെ ഉത്തരവുമായി. ഇനി നമുക്ക് മൂന്നാമത്തെ സെറ്റ് ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ വീണ്ടും ചോദിക്കുന്നു, വാട്ട് മെസ്സേജ്, എന്ത് മെസ്സേജ് ആണ് വുഡ് യു ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ടു ഗീവ്, നൽകാൻ, നിങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്നത് ആർക്കാണ്? യങ് ഫിലിം മേക്കേഴ്സ്, ചെറുപ്പക്കാരായിട്ടുള്ള ഫിലിം മേക്കേഴ്സിന്, സിനിമാ സംവിധായകർക്ക് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്, എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ മറുപടി പറയുന്നു, ബി ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് ആകുക. എന്താ ക്രിയേറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർഗാത്മകതയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരിക. എന്നിട്ടോ വർക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, കഠിനമായിട്ട് അധ്വാനിക്കുക. ആൻഡ് മേക്ക് ഫിലിംസ്, എന്നിട്ട് സിനിമയുണ്ടാക്കുക. ദാറ്റ് ഹാവ് മീനിങ്, വെറും സിനിമയല്ല, മീനിങ് ഉള്ള സിനിമയുണ്ടാക്കുക, അർത്ഥമുള്ള സിനിമയുണ്ടാക്കുക. ആൻഡ് വാല്യൂ, അതുപോലെ മൂല്യമുള്ള സിനിമയുണ്ടാക്കുക. എന്താണ്? വിലയുള്ള സിനിമയുണ്ടാക്കുക, ഗുണമുള്ള സിനിമയുണ്ടാക്കുക. ഫോർ സൊസൈറ്റി, സമൂഹത്തിന്. അപ്പൊ സമൂഹത്തിൽ വിലയുണ്ടാക്കി കൊടുക്കുന്ന, സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന സിനിമയുണ്ടാക്കുക. ഇതാണ് മൂന്നാമത്തെ സെറ്റ് ചോദ്യവും അതിൻ്റെ ഉത്തരവും. അപ്പോൾ ഒരു സെറ്റിന് 2 മാർക്ക് വെച്ച് ഈ 3 സെറ്റ് ആകുമ്പോഴേക്കും, അല്ലേ, അതായത് 3 ചോദ്യങ്ങളും 3 ഉത്തരങ്ങളും, അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 6 മാർക്കിനുള്ള വകുപ്പായി. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളത് നമുക്ക് അല്ലാതെ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കൂടി നോക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 25ാമത്തെ ചോദ്യം, മൈക്കിൾസ് സ്റ്റോറി, മൈക്കിളിൻ്റെ കഥ. മൈക്കിൾ എന്ന് പറയുമ്പോൾ മൈക്കിൾ സ്റ്റോൺ ആണ്, പോൾ വോൾട്ട് താരമായിട്ടുള്ള മൈക്കിൾ സ്റ്റോൺ. അദ്ദേഹത്തിൻ്റെ കഥ ഈസ് ദ വിക്ടറി, വിജയമാണ്, ഓഫ് ഹിസ് പേരൻസ്, അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ, അല്ലെങ്കിൽ അയാളുടെ പേരൻസിൻ്റെ, അച്ഛൻ്റെയും അമ്മയുടെയും വിജയമാണ്. ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ, ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടോ, എനി, ഏതെങ്കിലും, സച്ച്, അത്തരത്തിലുള്ള, എക്സ്പീരിയൻസ്, അനുഭവം, വെൻ യുവർ പേരൻസ്, നിങ്ങളുടെ രക്ഷിതാക്കൾ, സ്റ്റുഡ് ബൈ യു, നിങ്ങളോടൊപ്പം നിന്ന അനുഭവങ്ങൾ, അങ്ങനെ വല്ലതും നിങ്ങൾക്ക് ഉണ്ടോ? വെൻ യു ഫേസ്ഡ്, നിങ്ങൾ, യു ഫേസ് ചെയ്തപ്പോൾ, നിങ്ങൾ നേരിട്ട സമയത്ത്, എ ക്രൈസിസ്, ഒരു പ്രശ്നം, നിങ്ങൾ ഒരു പ്രശ്നം നേരിട്ട സമയത്ത് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളുടെ കൂടെ നിന്ന ഏതെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടോ? പ്രിപ്പയർ, എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ പേഴ്സണൽ റൈറ്റപ്പ്, ഒരു വ്യക്തിപരമായ റൈറ്റപ്പ് ആണ് എഴുതാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ കുറിപ്പ്, അത്രയേ ഉള്ളൂ, ഒന്നുമില്ല, അല്ലാതെ വേറൊന്നുമില്ല, ഒരു കുറിപ്പ് എഴുതുക. ഓൺ ദ സപ്പോർട്ട്, എന്തിനെ പറ്റിയാണ്? സപ്പോർട്ടിനെ പറ്റി. ഏത് സപ്പോർട്ടാണ്? പ്രൊവൈഡഡ്, നൽകുന്ന, ബൈ യുവർ പേരൻസ്, നിങ്ങളുടെ പേരൻസ് നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നൽകിയ ഏതെങ്കിലും ഒരു സപ്പോർട്ട്, അതിനെപ്പറ്റി കുറിപ്പെഴുതുക. ഇതാണ് ചോദ്യം. ഇവിടെ നമ്മുടെ പേരൻസ്, നമ്മുടെ രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് തന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ പറഞ്ഞേക്കുന്ന ചോദ്യത്തിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഒറിജിനൽ ആകണമെന്നില്ല, ശരിക്കും നടന്നതാകണമെന്നില്ല, എന്തെങ്കിലും ഒന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റിയാൽ നമുക്ക് മാർക്ക് കിട്ടും. നമുക്കൊരു മോഡൽ ഉത്തരം നോക്കാം. ദ സപ്പോർട്ട് ഓഫ് മൈ പേരൻസ്, എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ട്, ഹെഡിങ് കൊടുത്തിരിക്കുന്നു. മൈ പേരൻസ്, എൻ്റെ രക്ഷിതാക്കൾ, ഹാവ് ഓൾവേസ് ബീൻ, എപ്പോഴും, ഓൾവേസ് എപ്പോഴും, ഹാവ് ബീൻ ആയിരുന്നു, മൈ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്, എൻ്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ശക്തി, സ്ട്രെങ്ത്. എൻ്റെ രക്ഷിതാക്കൾ എപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. വൺസ്, ഒരിക്കൽ, ഐ ഫെയിൽഡ്, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ തോറ്റു. ടു സ്കോർ, സ്കോർ ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു, നേടുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. ഗുഡ് മാർക്സ്, എന്താണ്? നല്ല മാർക്ക് നേടുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. ഇൻ ആൻ എക്സാമിനേഷൻ, ഒരു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു, അതായത് എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ല. ആൻഡ് ഫെൽറ്റ്, എനിക്ക് ഫീൽ ചെയ്തു, അതാണ് ഫെൽറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്, ഫീൽ ചെയ്തു.
വെരി ഡിസപ്പോയിൻറ്റഡ്, വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു, വളരെ നിരാശ ഫീൽ ചെയ്തു. ഐ വാസ് അഫ്രെയ്ഡ്, എനിക്ക് പേടിയായിരുന്നു. ദാറ്റ് എവ്രി വൺ, എല്ലാവരും വുഡ് ബ്ലെയിം മീ, എന്നെ ബ്ലെയിം ചെയ്യുമെന്ന്. ബ്ലെയിം ചെയ്യുക, കുറ്റപ്പെടുത്തുക. എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് എനിക്ക് ഭയമായിരുന്നു, പേടിയായിരുന്നു. ബട്ട് എന്നാൽ മൈ പേരൻസ്, എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ അച്ഛനും അമ്മയും എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു, മീ, എന്നെ. ഇൻസ്റ്റെഡ് ഓഫ്, പകരം, എന്തിനു പകരം? സ്കോൾഡിങ് മീ, എന്നെ സ്കോൾഡ് ചെയ്യുന്നതിന് പകരം, എന്നെ വഴക്ക് പറയുന്നതിന് പകരം അവരെന്നെ എൻകറേജ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. ദേ ടോൾഡ് മീ, അവരെന്നോട് പറഞ്ഞു, ദാറ്റ് ഫെയിലിയർ, പരാജയം എന്നത് ഈസ് എ പാർട്ട്, ഒരു ഭാഗമാണ്, പാർട്ടാണ്, എന്തിൻ്റെ? ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ. പരാജയം എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അവരെന്നോട് പറഞ്ഞു. ആൻഡ് ആസ്ക്ഡ് മീ, എന്നോട് ആവശ്യപ്പെട്ടു. ആസ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക എന്നും അർത്ഥമുണ്ട്. ടു വർക്ക് ഹാർഡർ, ഹാർഡർ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടു. ഹാർഡായിട്ട് വർക്ക് ചെയ്യണമെന്നല്ല, ഹാർഡർ, ഇനിയും കൂടുതൽ ഹാർഡായിട്ട്, ഹാർഡിനേക്കാളും കൂടുതലായിട്ട്, കൂടുതൽ ഹാർഡായിട്ട് വർക്ക് ചെയ്യണമെന്ന്, കൂടുതൽ കഠിനമായി അധ്വാനിക്കണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടു. ദേ ഹെൽപ്ഡ് മീ, അവരെന്നെ ഹെൽപ്പ് ചെയ്തു. മേക്ക് എ സ്റ്റഡി പ്ലാൻ, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് മോട്ടിവേറ്റഡ് മീ, എന്നെ മോട്ടിവേറ്റ് ചെയ്തു, എനിക്ക് പ്രചോദനം തന്നു. എവ്രി ഡേ, എല്ലാ ദിവസവും. വിത്ത് ദെയർ ലവ് ആൻഡ് സപ്പോർട്ട്, അവരുടെ ലവിൻ്റെയും സ്നേഹത്തിൻ്റെയും സപ്പോർട്ടിൻ്റെയും ബലത്തിൽ, അല്ലെങ്കിൽ അവരുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട്, വിത്ത് കൊണ്ട്. ഐ റീഗെയിൻഡ്, ഞാൻ തിരിച്ചു പിടിച്ചു, ഞാൻ വീണ്ടെടുത്തു, റീഗെയിൻ ചെയ്തു. മൈ കോൺഫിഡൻസ്, എൻ്റെ ആത്മവിശ്വാസം. ആൻഡ് പെർഫോംഡ് വെൽ, നന്നായി പെർഫോം ചെയ്തു, നന്നായി പ്രകടനം കാഴ്ചവെച്ചു. ഇൻ ദ നെക്സ്റ്റ് എക്സാം, അടുത്ത പരീക്ഷയിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ദാറ്റ് എക്സ്പീരിയൻസ്, അതെന്നല്ല, ആ അനുഭവം, ദാറ്റ് എക്സ്പീരിയൻസ് ടോട്ട് മീ, എന്നെ പഠിപ്പിച്ചു. ദാറ്റ് ദ സപ്പോർട്ട്, ഈ സപ്പോർട്ട് ആരുടെ സപ്പോർട്ടാണ്? ഓഫ് പേരൻസ്, പേരൻസിൻ്റെ സപ്പോർട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്, അതാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന്. എപ്പോഴാണ്? ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്, ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത്. ക്രൈസിസ് എന്താണ്? പ്രതിസന്ധി, പ്രശ്നം. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് പേരൻസിൻ്റെ സപ്പോർട്ടാണ് എന്ന് അതെന്നെ പഠിപ്പിച്ചു. നമ്മളിവിടെ കൊടുക്കുന്നത് വലിയ കട്ടിയുള്ള ഉത്തരങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ്. ഇതോടുകൂടി 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. 6ാമത്തെ മെയിൻ നമ്പർ നോക്കുക. അറ്റംപ്റ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എനി 2, ഏതെങ്കിലും 2 എണ്ണം ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യത്തിനും ക്യാരീസ് ഉണ്ട് 8 സ്കോർസ്, 8 മാർക്കാണ് ഒരു ചോദ്യത്തിന് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള 2 എണ്ണം നമ്മൾ എഴുതിയാൽ മതി, 16 മാർക്ക് ടോട്ടൽ. ഇവിടെ നമ്മൾ 2 എണ്ണം എഴുതിയാൽ മതി, അതിൽ കൂടുതൽ നിങ്ങൾ എഴുതണ്ട. 8 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം 26ാമത്തെ ചോദ്യം, 27ാമത്തെ ചോദ്യം, അടുത്തത് എന്താണ്? 28ാമത്തെ ചോദ്യം. 3 ചോദ്യങ്ങളുണ്ട്, അതിൽ 2 എണ്ണം മാത്രം നമ്മൾ എഴുതിയാൽ മതി. 26ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. യു ആർ ദ സ്പോർട്സ് റിപ്പോർട്ടർ, നിങ്ങൾ സ്പോർട്സ് റിപ്പോർട്ടറാണ്. കായിക വാർത്തകൾ, ക്രിക്കറ്റ്, ഫുട്ബോള്, ടെന്നീസ്, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഓഫ് ആൻ ഇംഗ്ലീഷ് ഡെയിലി, ഏത് പത്രത്തിൻ്റെയാണ്? ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ന്യൂസ് റിപ്പോർട്ടറാണ്, സ്പോർട്സ് റിപ്പോർട്ടറാണ് നിങ്ങൾ. റൈറ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ദ ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. പത്രവാർത്ത എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? എബൌട്ട് ദി റിട്ടയർമെൻറ്റ് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, സച്ചിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട് പത്രവാർത്ത എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
ഫ്രം ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോംസിൽ നിന്നും, എല്ലാ രൂപങ്ങളിൽ നിന്നും, ടെസ്റ്റ്, ODI, 2020 എല്ലാത്തിൽ നിന്നും സച്ചിൻ വിരമിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിച്ച് വാസ് ഡ്യൂ ടു ബി. അപ്പോൾ ഈ വാർത്ത എന്ന് പറയുന്നത് ഡ്യൂ ആണ്, വേണ്ടതാണ്. ടു ബി പബ്ലിഷ്ഡ്, പബ്ലിഷ് ചെയ്യാനായിട്ട് വേണ്ടതാണ്. ഓൺ 17th November 2013, 2013 നവംബർ 17 പത്രത്തിൽ പബ്ലിഷ് ചെയ്യാനുള്ള വാർത്ത. അത്തരത്തിൽ വേണം വാർത്ത തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു മോഡൽ ഉത്തരം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. പത്രവാർത്തയാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഹെഡ്ലൈൻ കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് നോക്കുക, സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മൾ പേര് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയർ ചെയ്തു. ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് സച്ചിൻ റിട്ടയർ ചെയ്തു എന്നാണ്. വാർത്തയുടെ ഹെഡിങ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത്. റിട്ടയേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്, റിട്ടയേർഡ് എന്നല്ല. അത് ഹെഡിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. സച്ചിൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ഥലം കൊടുക്കുക, അതിനുശേഷം ഡേറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, മുംബൈ November 17, 2013 കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇതേ എന്താണ്, ഹെഡ്ലൈൻ എന്താണോ, ഹെഡിങ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കണം ആദ്യം പറയുന്ന കാര്യങ്ങൾ. പത്രവാർത്തയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയണം. നമുക്ക് നോക്കാം. ലെജൻഡറി ഇന്ത്യൻ ക്രിക്കറ്റർ, ലെജൻഡറി ഇതിഹാസ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയറായി, വിരമിച്ചു. ഫ്രം ഓൾ ഫോംസ്, എല്ലാ രൂപങ്ങളിൽ നിന്നും, ഓഫ് ഇന്റർനാഷണൽ ക്രിക്കറ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും സച്ചിൻ വിരമിച്ചു. ആഫ്റ്റർ ഹിസ് 200th ടെസ്റ്റ് മാച്ച്, തൻ്റെ 200ാമത്തെ ടെസ്റ്റ് മാച്ചിന് ശേഷം, എഗെയിൻസ്റ്റ് ദ വെസ്റ്റ് ഇൻഡീസ്, ഈ ടെസ്റ്റ് മാച്ച് നടന്നത് ആർക്കെതിരെയാണ്? വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ആ ടീമിനെതിരെയാണ്. അറ്റ് വാങ്കഡെ സ്റ്റേഡിയം, മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന 200ാമത്തെ ടെസ്റ്റ് മാച്ചിന് ശേഷമാണ്, ടെസ്റ്റ് മത്സരത്തിന് ശേഷമാണ് അദ്ദേഹം വിരമിച്ചത്. മില്യൺസ് ഓഫ് ഫാൻസ്, കോടിക്കണക്കിന് വരുന്ന അദ്ദേഹത്തിന്റെ ഫാൻസ്. മില്യൺസ് എന്ന് പറഞ്ഞാൽ ശരിക്കും 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ്, അല്ലെങ്കിൽ ദശലക്ഷം എന്നാണ്. മില്യൺസ് എന്ന് പറയുമ്പോൾ ദശലക്ഷക്കണക്കിന് ആരാധകർ എന്നാണ് അവിടെ കറക്റ്റ് മലയാളം ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് കോടികൾ എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷിൽ വേറെ വാക്കില്ല. ക്രോർ എന്ന് പറയുന്നത് യഥാർത്ഥ ഇംഗ്ലീഷ് വാക്കല്ല. ലാക്ക്, ക്രോർ പോലെയുള്ള വാക്കുകൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന വാക്കല്ല. അവർക്ക് കോടി എന്ന് പറയാനായിട്ട് മില്യൺസ് മാത്രമാണ് ഉള്ളത്. മില്യൺസ് ഓഫ് ഫാൻസ്, അപ്പൊ ദശലക്ഷക്കണക്കിന് ആരാധകർ ബിക്കെയും ഇമോഷണലായി തീർന്നു. അവരൊക്കെ എന്താണ്, വികാര നിർഭരരായി തീർന്നു, വല്ലാതെ വിഷമമുള്ളവരായി കാണപ്പെട്ടു. എപ്പോഴാണ്? ആസ് ദ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നത് സച്ചിൻ അറിയപ്പെടുന്ന ഒരു പേരാണല്ലേ. അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ ഹിസ് ഗ്ലോറിയസ് 24-year കരിയർ, അദ്ദേഹത്തിന്റെ ഗ്ലോറിയസ് ആയിട്ടുള്ള, എന്താണ്, പേരുകേട്ട അല്ലെ, കീർത്തി നിറഞ്ഞ 24 വർഷത്തെ കരിയർ. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ജീവിതം എന്ന് പറയുന്നത് 24 വർഷം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ ആരാധകരൊക്കെ ഇമോഷണലായി. ടെണ്ടുൽക്കർ എന്താണ് സ്കോർ ചെയ്തു? 15,921, 15,921 ടെസ്റ്റ് റൺസ്, ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നുള്ള റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് 18,426, 18,426 ODI റൺസ്, ODI മത്സരം, 1 ഡേ മത്സരങ്ങളിൽ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഹിം, അത് അദ്ദേഹത്തെ ആക്കി തീർക്കുന്നു, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മെൻ, ഏറ്റവും മഹാന്മാരായിട്ടുള്ള ബാറ്റ്സ്മാൻമാരിൽ ഒരാളാക്കി തീർക്കുന്നു. ഇൻ ക്രിക്കറ്റ് ഹിസ്റ്ററി, ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള ആളുകളിൽ ഒരാളായി അദ്ദേഹത്തെ മാറ്റുന്നത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ റൺസ് ഒക്കെയാണ്. ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 15,921 റണ്ണും ODI മത്സരങ്ങളിൽ നിന്ന് 18,426 റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഹി താങ്ക്ഡ്, അദ്ദേഹം താങ്ക് ചെയ്തു, നന്ദി പറഞ്ഞു. ഹിസ് ഫാമിലി, തൻ്റെ കുടുംബത്തിന്.
ടീംമേറ്റ്സ്, അതുപോലെ ടീംമേറ്റുകൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. കോച്ചസ്, അതുപോലെ തൻ്റെ കോച്ചുകൾക്ക്, തന്നെ പരിശീലിപ്പിച്ച ആളുകൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. ആൻഡ് ഫാൻസ്, തൻ്റെ ആരാധകർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. ഫോർ ദെയർ കോൺസ്റ്റന്റ് സപ്പോർട്ട്, ഇവരുടെയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ടിന്, സ്ഥിരമായിട്ടുള്ള സപ്പോർട്ടിന്, എന്നും എന്നും തന്നോടൊപ്പം നിന്ന് തന്നെ പ്രോത്സാഹിപ്പിച്ചതിന് ഇവർക്കൊക്കെ അദ്ദേഹം നന്ദി പറഞ്ഞു. ഹിസ് ഫെയർവെൽ സ്പീച്ച്, അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ സ്പീച്ച്, പ്രസംഗം, ഫെയർവെൽ സ്പീച്ച്, മൂഡ്, ഇളക്കി അല്ലെങ്കിൽ ഹൃദയത്തെ സ്പർശിച്ചു. എവ്രി വൺ, എല്ലാവരെയും ഇളക്കിയ ഒരു പ്രസംഗമായിരുന്നു. എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ച ഒരു പ്രസംഗമായിരുന്നു അത്. ദോ ഹി ഹാസ് റിട്ടയേർഡ്, സച്ചിൻ റിട്ടയേർഡ് ആയെങ്കിലും, അദ്ദേഹം റിട്ടയേർഡ് ആയെങ്കിലും, ദോ എന്ന് പറഞ്ഞാൽ എങ്കിലും, റിട്ടയേർഡ് ആയെങ്കിലും, സച്ചിൻസ് അച്ചീവ്മെന്റ്സ്, സച്ചിന്റെ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ, ആൻഡ് കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ സംഭാവന, ടു ഇന്ത്യൻ ക്രിക്കറ്റ്, ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവന, വിൽ ഓൾവേസ്, എന്നും, ബി റിമെമ്പേർഡ്, ഓർമ്മിക്കപ്പെടും. സച്ചിന്റെ നേട്ടങ്ങളും അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയിട്ടുള്ള സംഭാവനകളും എന്നും ഓർമ്മിക്കപ്പെടും. ഇതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 27ാമത്തെ ചോദ്യം നോക്കാം. അടുത്ത എസ്സേയാണ് ദ യങ് ജനറേഷൻ, യുവതലമുറ, നൗവേഡേയ്സ്, ഇന്നത്തെ കാലത്ത്, ഹാസ് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നാണ്. അപ്പൊ യുവതലമുറയ്ക്ക്, ഇന്നത്തെ കാലത്തുള്ള യുവതലമുറയ്ക്ക് ഉണ്ട് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അധികമില്ല എന്നാണ്. നെഗറ്റീവ് വേർഡാണ്, ഓൾമോസ്റ്റ് നോട്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അധികമില്ല എന്നാണ് മൊത്തത്തിൽ അർത്ഥം വരിക. ഇൻട്രസ്റ്റ് എന്ന് കൂടെ വന്നിട്ടുണ്ട്, താല്പര്യം. അപ്പോൾ ഇന്നത്തെ കാലത്ത് യുവതലമുറയ്ക്ക് വലിയ താല്പര്യമില്ല. എന്തിൽ? ഇൻ നേച്ചർ, പ്രകൃതിയുടെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. ആൻഡ് ലിവിങ് ബീയിങ്സ്, ജീവികളുടെ കാര്യത്തിലും, ലിവിങ് ബീയിങ്സ് എന്ന് പറയുമ്പോൾ ജീവികളാണ്, ജീവജാലങ്ങളുടെ കാര്യത്തിലും വലിയ താല്പര്യമില്ല. ഏത് ജീവജാലങ്ങളൊക്കെയാണ്? ദാറ്റ് വി ഫൈൻഡ്, നമ്മൾ കാണുന്ന ജീവജാലങ്ങൾ അല്ലെ, എറൗണ്ട് ദം, ആരുടെ ചുറ്റും? അവരുടെ ചുറ്റും. അപ്പോൾ ഈ യുവതലമുറ അവരുടെ ചുറ്റും കാണുന്ന ജീവജാലങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെയൊക്കെ ചുറ്റുമുള്ള ഈ ജീവജാലങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. ഐപോഡുകൾ, മൊബൈൽ ഫോണുകൾ, ആൻഡ് ലാപ്ടോപ്പുകൾ, ഹൗ ബിക്കം, ഇതൊക്കെയാണ് ആയിത്തീർന്നിരിക്കുന്നത്. ദെയർ ഡിയർ ഫ്രണ്ട്സ്, അവരുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ്. അപ്പോൾ ഈ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയൊന്നും അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല, ജീവജാലങ്ങൾ അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അവർക്ക് താല്പര്യമുള്ളത് ഐപോഡ്സിലും മൊബൈൽ ഫോൺസിലും ലാപ്ടോപ്പിലുമൊക്കെയാണ്. ആൻഡ് ദേ ലവ്, അവരിഷ്ടപ്പെടുന്നു, ടു ലീവ്, ജീവിക്കാൻ, ഇൻ എ വേൾഡ്, ഒരു ലോകത്തിൽ, ഓഫ് അവർ ഓൺ, നമ്മുടെ സ്വന്തം ഒരു ലോകത്തിൽ ജീവിക്കാനാണ് അവരിഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഒരു ലോകത്തിൽ ജീവിക്കാനാണ് അവരിഷ്ടപ്പെടുന്നത്. പ്രിപ്പയർ, തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എ സ്പീച്ച്, എന്ത് തയ്യാറാക്കാൻ? ഒരു പ്രസംഗം തയ്യാറാക്കാൻ. ടു ബി ഡെലിവേർഡ്, നടത്തുവാനായിട്ട്. അപ്പോൾ നടത്താനായിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കുക. അറ്റ് ദ സ്കൂൾ അസംബ്ലി, എവിടെ നടത്താനാണ്? സ്കൂൾ അസംബ്ലിയിൽ നടത്താൻ, സ്കൂൾ അസംബ്ലിയിൽ പറയാൻ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കുക. ഓൺ ദ ടോപ്പിക്, ഈ വിഷയത്തിൽ. ഇനി പറയാൻ പോകുന്നതാണ് വിഷയം. ലവ് ഓഫ് നേച്ചർ, പ്രകൃതി സ്നേഹം, ആൻഡ് ഇറ്റ്സ് ബീയിങ്സ്, അതുപോലെ ജീവജാലങ്ങളോടുള്ള സ്നേഹം. പ്രകൃതിയുടെ, ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ, ബീയിങ്സ് ജീവികൾ, അതിൻ്റെ ജീവികൾ എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ ജീവികൾ. പ്രകൃതി സ്നേഹവും പ്രകൃതിയിലെ ജീവജാലങ്ങളോടുള്ള സ്നേഹവും, ഇതാണ് വിഷയം. ഓൺ വേൾഡ് എൻവയൺമെന്റ് ഡേ എന്നാണ് ഈ പ്രസംഗം നടത്തുന്നത്. വേൾഡ് എൻവയൺമെന്റ് ഡേയിലാണ്, ലോക പരിസ്ഥിതി ദിനത്തിലാണ്, ജൂൺ 5-നാണ് ഈ പ്രസംഗം നടത്തുന്നത്. അപ്പം അതിനായിട്ടൊരു പ്രസംഗം നടത്താനാണ്, സ്കൂൾ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓർത്തോണം, സ്കൂൾ അസംബ്ലിയിൽ പറയാനായിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഒരു ആൻസർ നോക്കാം. ശ്രദ്ധിക്കുക, സ്കൂൾ അസംബ്ലിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നു. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, അധ്യാപകർ, ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ടുഡേ, ഇന്ന്, ഓൺ വേൾഡ് എൻവയൺമെന്റ് ഡേ, ലോക പരിസ്ഥിതി ദിനത്തിൽ, ഐ വുഡ് ലൈക്ക്, ഞാൻ താല്പര്യപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ടു സ്പീക്ക്, സംസാരിക്കാൻ, എബൌട്ട്, എന്തിനെ പറ്റിയാണ്? ലവ് ഓഫ് നേച്ചർ, പ്രകൃതി സ്നേഹം, ആൻഡ് ഇറ്റ്സ് ബീയിങ്സ്, അതിൻ്റെ ജീവജാലങ്ങളോടുള്ള സ്നേഹം. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ താല്പര്യപ്പെടുന്നു. നേച്ചർ, പ്രകൃതി,
ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. ഒരു വിലപിടിപ്പുള്ള ഗിഫ്റ്റാണ്, സമ്മാനമാണ്. ഇറ്റ് ഗീവ്സ് അസ്. അത് നമുക്ക് നൽകുന്നു. എയർ, വായു നൽകുന്നു. വാട്ടർ, ജലം നൽകുന്നു. ഫുഡ്, ഭക്ഷണം നൽകുന്നു. ആൻഡ് ഷെൽട്ടർ, നമുക്ക് തണലും പാർപ്പിടവും ഒക്കെ നൽകുന്നു. ട്രീസ്, മരങ്ങൾ. ബേർഡ്സ്, പക്ഷികൾ. ആനിമൽസ്, ജന്തുക്കൾ, മൃഗങ്ങൾ. ആൻഡ് ഫ്ലവേഴ്സ്, പൂക്കൾ. മേക്ക് അവർ വേൾഡ്, ഇതൊക്കെ മേക്ക് ചെയ്യുന്നു, ആക്കി തീർക്കുന്നു. അവർ വേൾഡ്, നമ്മുടെ ലോകത്തെ ബ്യൂട്ടിഫുൾ ആക്കി തീർക്കുന്നു. ബട്ട് എന്നാൽ ടുഡേ, ഇന്ന്, മെനി ചിൽഡ്രൻ, പല കുഞ്ഞുങ്ങളും പല കുട്ടികളും സ്പെൻഡ്, ചെലവഴിക്കുന്നു, മോർ ടൈം, കൂടുതൽ സമയം, ഓൺ മൊബൈൽ ഫോൺസ്, കൂടുതലും സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോൺസിലാണ്. ആൻഡ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ ലാപ്ടോപ്സിലാണ്. ദേ ഫോർഗെറ്റ്, അവര് ഫോർഗെറ്റ് ചെയ്യുന്നത്, മറക്കുന്നു. അവർ മറക്കുന്നൊരു കാര്യമുണ്ട്. ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, എന്താണ് മറക്കുന്നത്? നേച്ചറിന്റെ ബ്യൂട്ടി, പ്രകൃതിയുടെ സൗന്ദര്യം അവർ മറക്കുന്നു. വി മസ്റ്റ് ലവ്, നമ്മൾ സ്നേഹിക്കണം. ആൻഡ് പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കണം. അവർ, നമ്മുടെ എൻവയൺമെന്റ്, പരിസ്ഥിതിയെ നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. വി ഷുഡ് പ്ലാന്റ്, നമ്മൾ പ്ലാന്റ് ചെയ്യണം, നടണം. എന്ത് നടണം? മോർ ട്രീസ്, കൂടുതൽ മരങ്ങൾ നടണം. സേവ് വാട്ടർ, വെള്ളം, ജലം സേവ് ചെയ്യണം, സംരക്ഷിക്കണം, സൂക്ഷിക്കണം. ആൻഡ് കീപ് അവർ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടും നമ്മൾ കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം. എങ്ങനെയാ? ക്ലീൻ ആയിട്ട്, വൃത്തിയായിട്ട്. നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. വി ഷുഡ് നെവർ ഹാം, നമ്മൾ ഒരിക്കലും ഹാം ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. ബേർഡ്സ്, പക്ഷികളെ. ഓർ ആനിമൽസ്, അല്ലെങ്കിൽ ജന്തുക്കളെ, മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. എവ്രി സ്മോൾ ആക്ഷൻ, എല്ലാ ചെറിയ പ്രവൃത്തിയും, നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പ്രവൃത്തികൾ പോലും, അവയ്ക്കൊക്കെ തന്നെ ക്യാൻ, കഴിയും, ഹെൽപ്പ് ചെയ്യാൻ കഴിയും, സഹായിക്കാൻ കഴിയും. അവർ ഹെൽത്ത്, നമ്മുടെ ഭൂമിയെ, നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പ്രവൃത്തികൾക്ക് പോലും നമ്മുടെ ഭൂമിയെ സഹായിക്കാൻ കഴിയും. ലെറ്റസ് സ്പെൻഡ്, നമുക്ക് ചെലവഴിക്കാം. മോർ ടൈം, കൂടുതൽ സമയം. വിത്ത് നേച്ചർ, പ്രകൃതിയോടൊപ്പം. ആൻഡ് ലെസ് ടൈം, കുറച്ച് സമയം നമുക്ക് നമ്മുടെ സമയം കുറയ്ക്കാം. എവിടെയാ? ഓൺ സ്ക്രീനിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം നമുക്ക് കുറയ്ക്കാം. ടുഗദർ, ഒന്നിച്ച്. വി ക്യാൻ മേക്ക്, നമുക്ക് ആക്കി തീർക്കാം. അവർ വേൾഡ്, നമ്മുടെ ലോകത്തെ. ഗ്രീൻ, പച്ചയാക്കി തീർക്കാം. ക്ലീൻ, വൃത്തിയുള്ളതാക്കി തീർക്കാം. ആൻഡ് ഹെൽത്തി, ആരോഗ്യമുള്ളതാക്കി തീർക്കാം. താങ്ക് യു, നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഇതാണ് നമ്മുടെ എൻവയൺമെന്റ് ഡേ സ്പീച്ച്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 28ാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് പോയം. താഴെ തന്നിരിക്കുന്ന കവിത വായിക്കുക. കവിതയുടെ പേര് കൊടുത്തിട്ടുണ്ട്, ദ സാൻസ് ഓഫ് ഡി. ഈ കവിത വായിക്കുക. ആൻഡ് കമ്പയർ ഇറ്റ്, ഈ കവിതയെ കമ്പയർ ചെയ്യുക. വിത്ത് ദ പോയം, കവിതയുമായി. ഏത് കവിതയുമായി? ദ 7 ഏജസ് ഓഫ് മാൻ, നമ്മുടെ പുസ്തകത്തിലുള്ള ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിതയുമായിട്ട് താഴെ തന്നിരിക്കുന്ന നമുക്ക് പരിചയമില്ലാത്ത ദ സാൻസ് ഓഫ് ഡി എന്ന കവിത കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ എസ്സേയുടെ കാര്യത്തിൽ നമ്മൾ 3 എണ്ണത്തിൽ 2 എണ്ണം എഴുതിയാൽ മതി, അതിൽ കൂടുതൽ നമ്മൾ എഴുതാൻ നിൽക്കണ്ട. ഈ 28ാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അവസാനം ഇങ്ങനത്തെ ചോദ്യം തന്നെയായിരിക്കും വരിക. അപ്പോൾ നമുക്കിത് എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് മറ്റ് 2 ചോദ്യങ്ങൾ അറിയാമെങ്കിൽ അത് എഴുതുക. അതല്ല, ഇത് എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് എഴുതണമെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സിമ്പിളായിട്ട് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തുക. താങ്ക് യു.